ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്. നേതാക്കളുടെ വാക്യുദ്ധം കൊണ്ട് തിളച്ചുമറിയുകയാണ് നിലമ്പൂർ. UDF കൺവെൻഷനിൽ പിണറായി സർക്കാർ വോട്ടു വാങ്ങാൻ കാണിക്കുന്ന കൈക്കൂലിയായി ക്ഷേമ പെൻഷനെ കാണുന്നുവെന്ന KC വേണുഗോപാലിന്റെ പ്രസംഗമാണ് LDFന്റെ ഇന്നത്തെ ആയുധം. ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരെ KC അപമാനിച്ചെന്ന വാദവുമായി നേതാക്കളെത്തുമ്പോൾ മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശമാണ് UDFന്റെ ആയുധം. മലപ്പുറത്തെക്കുറിച്ച് CPM നേതാക്കൾ മുൻപ് പറഞ്ഞ വർഗീയ പരാമർശങ്ങൾ എണ്ണി പറഞ്ഞാണ് പ്രതിപക്ഷ നേതാവ് ഇന്നെത്തിയത്. പതിവുപോലെ മാധ്യമങ്ങളെ കണ്ട PV അൻവറിന്റെ ഇന്നത്തെ അമ്പുകൾ മുഖ്യമന്ത്രിക്കെതിരെയായിരുന്നു. ആളിലും ആരവത്തിലും പരസ്പരം മത്സരിക്കുമ്പോൾ അടിത്തട്ടിലെ ചലനങ്ങൾ ആർക്കൊപ്പമാവും? അൻവറിന്റെ ആരോപണങ്ങളോട് നോ കമന്റ് പറഞ്ഞാൽ അൻവറിനുള്ള വോട്ട് കുറയുമോ? പ്രചാരണം തീവ്രമായോ എന്നതാണ് ചോദ്യം. CPM പ്രതിനിധി PMR ഷോ, യൂത്ത് ലീഗ് പ്രതിനിധി TP അഷ്റഫ് അലി, BJP പ്രതിനിധി VV രാജേഷ്, തൃണമൂൽ കോൺഗ്രസ് പ്രതിനിധി സജി മഞ്ഞക്കടമ്പിൽ, രാഷ്ട്രീയ നിരീക്ഷകൻ ദാമോദർ പ്രസാദ് എന്നിവരാണ് ചർച്ചയിലുള്ളത്. നമുക്ക് 5 അതിഥികളുണ്ട്. എല്ലാവരും ചുരുക്കി മറുപടികൾ നൽകിയാൽ വേഗത്തിൽ എല്ലാവരിലേക്കും ഒരുമിച്ചെത്താനാകും. ശ്രീ PMR ഷോ, ഏതു പ്രചാരണങ്ങൾ ജനങ്ങളിലേക്ക് എത്തും എന്നാണ് കരുതുന്നത്? നിങ്ങൾ വികസനം, നിങ്ങളുടെ പ്രോഗ്രസ് കാർഡ് ഇത് ആവർത്തിച്ച് പറയുന്നുണ്ട്. നിങ്ങൾക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന ഒരു ആയുധമായി പറയുന്നത് KC വേണുഗോപാലിന്റെ പ്രസംഗമാണ്. ആ പ്രസംഗത്തിലെ ഈ കൈക്കൂലി പരാമർശം, അതിനെ നിങ്ങൾ തെറ്റായി ചിത്രീകരിക്കുകയായിരുന്നു എന്നാണ് KC വേണുഗോപാൽ പറയുന്നത്. എന്താണ് മറുപടി? എന്നുള്ള നിലയ്ക്കല്ല, കോൺഗ്രസിൻ്റെ മനോഭാവമാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ പുറത്തേക്ക് വന്നിട്ടുള്ളത്. ഇപ്പോൾ ഞങ്ങളതൊരു പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനാക്കി മുന്നോട്ട് കൊണ്ടുപോകേണ്ട കാര്യമില്ല. കാരണം മലപ്പുറത്തെയും നിലമ്പൂരിലെയും കേരളത്തിലെയും ജനങ്ങൾ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേട്ടിട്ടുള്ളതാണ്. അതേപോലെ തന്നെ എങ്ങനെയാണ് UDF ഭരണകാലത്ത് ക്ഷേമ പെൻഷൻ ഉണ്ടായിരുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ചും അതിൻ്റെ വിതരണം എങ്ങനെ നടന്നിരുന്നു എന്നുള്ളതിനെ സംബന്ധിച്ചും ഈ ഘട്ടത്തിൽ എങ്ങനെയാണ് പെൻഷൻ ഉൾപ്പെടെയുള്ള ക്ഷേമ പ്രവർത്തനങ്ങളുമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് കേരളത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതിൻ്റെയും അനുഭവം ഈ നാട്ടിലെ ജനങ്ങൾക്കുണ്ട്. വല്ലാതെ ഹാലിളകി ഈ പറഞ്ഞ പോലെ തെരഞ്ഞെടുപ്പ് രംഗത്ത് സർവ്വതും കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു നിൽക്കുന്ന ഘട്ടത്തിലാണ് ഈ വിധത്തിൽ 62 ലക്ഷത്തോളം വരുന്ന കേരളത്തിൽ ക്ഷേമ പെൻഷൻ അർഹരായിട്ടുള്ള, അത് അവകാശമായിട്ടുള്ള വലിയൊരു വിഭാഗം ജനസമൂഹത്തെ ആകെ കൈക്കൂലിക്കാർ എന്നുള്ള നിലയിലേക്കൊക്കെ ആക്ഷേപിക്കണമെങ്കിൽ അവരുടെ മാനസികാവസ്ഥ എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് ജനം വിലയിരുത്തട്ടെ എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. ഞങ്ങളെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ നിശ്ചയമായും ചർച്ചയാകുമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നതും ഞങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതും ഈ നാടിനകത്ത് നടന്നിട്ടുള്ള മുന്നേറ്റമാണ്. വികസന കാര്യങ്ങളിൽ ഉൾപ്പെടെ കഴിഞ്ഞ 9 വർഷക്കാലത്തിനിടയിൽ കേരളത്തിൽ അധികാരത്തിലുണ്ടായിരുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ കേരളത്തിൻ്റെ ആകെ മുഖച്ഛായ മാറ്റുന്നതിന് വേണ്ടി നടത്തിയിട്ടുള്ള വൈവിധ്യമാർന്ന വികസന പ്രവർത്തനങ്ങൾ ഞങ്ങൾ ജനങ്ങളോട് സംവദിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. വിശിഷ്യ നിലമ്പൂർ നിയോജക മണ്ഡലത്തിനകത്ത് കഴിഞ്ഞ 9 വർഷത്തിനിടയിൽ നടത്തിയ 2000 കോടിയോളം രൂപയുടെ വലിയ വികസന പ്രവർത്തനങ്ങൾ, അതിന് മുൻപുണ്ടായിരുന്ന കാലഘട്ടത്തിൽ സ്വന്തമായി മന്ത്രി ഉൾപ്പെടെ ഉണ്ടായിരുന്ന ഒരു നിയോജക മണ്ഡലത്തിനകത്ത് ഏത് വിധത്തിലുള്ള പ്രതിസന്ധിയിലൂടെയാണ് ആ മണ്ഡലത്തിലെ ജനങ്ങൾ മുന്നോട്ട് പോയത് എന്നുള്ളതിനെ സംബന്ധിച്ച് നിലമ്പൂരിലെ ജനതയ്ക്ക് നല്ല ബോധ്യമുണ്ട്. അതിൽ നിന്ന് പുറത്തേക്ക് സമസ്ത മേഖലകളിലും നിലമ്പൂർ മണ്ഡലത്തിനകത്തെ പൊതുവിദ്യാലയങ്ങളുമായി ബന്ധപ്പെട്ട്, അവിടുത്തെ റോഡുകളുമായി ബന്ധപ്പെട്ട്, അവിടുത്തെ മലയോര ഹൈവേയുമായി ബന്ധപ്പെട്ട്, അവിടുത്തെ വൈവിധ്യമാർന്ന മേഖലകളിൽ അവിടുത്തെ ആ മണ്ഡലത്തിലെ സാധാരണ ജനങ്ങളുടെ ജീവിത നിലവാരം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞ 9 വർഷക്കാലം നടത്തിയിട്ടുള്ള ഇടപെടലുകൾ, ആ ഇടപെടലുകൾ അത്രയും ജനങ്ങളോട് സംവദിച്ചുകൊണ്ട് ഇന്നിൻ്റെ രാഷ്ട്രീയ സാഹചര്യങ്ങളെ സംബന്ധിച്ച് ജനങ്ങളോട് സംവദിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായും അത് കാണുന്നതിന് വേണ്ടി, അത് വിലയിരുത്തുന്നതിന് വേണ്ടി, അത് വിലയിരുത്തി ഞങ്ങൾക്ക് അനുകൂലമായി വോട്ട് ചെയ്യുന്നതിന് വേണ്ടി നിലമ്പൂരിലെ ജനങ്ങൾ തയ്യാറാകും എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ശരി, TP അഷ്റഫ് അലി, ഇപ്പോൾ മലപ്പുറം വിരുദ്ധരാണ് CPM എന്നുള്ളതാണോ നിങ്ങളുടെ വാദം? മലപ്പുറത്തെ 45% വരുന്ന മുസ്ലിം ന്യൂനപക്ഷ വോട്ട് അത് കിട്ടുന്നതിന് വേണ്ടി CPM നേതാക്കൾ പല ഘട്ടങ്ങളിലായി നടത്തിയ പ്രതികരണങ്ങൾ, മലപ്പുറവുമായി ബന്ധപ്പെട്ട് VS അച്യുതാനന്ദന്റെ കാലത്ത് തൊട്ട് നടത്തിയിരിക്കുന്ന പ്രതികരണങ്ങൾ എണ്ണി പറഞ്ഞാണ് ഇന്ന് പ്രതിപക്ഷ നേതാവ് വാർത്താസമ്മേളനത്തിൽ പ്രതികരിച്ചത്. എന്തുകൊണ്ടാണ് ആ രൂപത്തിലേക്ക് നിങ്ങൾ പ്രചാരണം കൊണ്ടുവരുന്നത്? അതുമാത്രമാണോ ഇപ്പോൾ പ്രധാന ഘടകമാവുക? ഇവിടെ സംഘപരിവാർ അജണ്ട നടപ്പാക്കുകയാണ് മുഖ്യമന്ത്രി മലപ്പുറത്തിനെതിരെ വിദ്വേഷ പ്രതികരണം നടത്തിക്കൊണ്ടത്. മുൻപ് നടത്തിയ ഇന്റർവ്യൂവിൽ പറഞ്ഞ കാര്യങ്ങൾ, പഴയ കാര്യങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ട് നിങ്ങൾ വോട്ട് നേടാൻ ശ്രമിക്കുന്നു. അത് എത്രത്തോളം വിജയകരമാകും മലപ്പുറത്ത്? തീർച്ചയായിട്ടും അതൊക്കെ ഇവിടെ ഒരു തെരഞ്ഞെടുപ്പാകുന്ന സമയത്ത്, പ്രത്യേകിച്ചും മലപ്പുറം ജില്ലയിൽ നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാകുന്ന സമയത്ത് ഇവിടുത്തെ ജനങ്ങൾ ചർച്ച ചെയ്യേണ്ടതാണ്, ഇവിടുത്തെ ജനങ്ങൾ ഓർക്കേണ്ടതാണ് എന്ന് UDF തീർച്ചയായിട്ടും വിശ്വസിക്കുന്നുണ്ട്. മലപ്പുറത്തിൻ്റെ ഉള്ളടക്കം വർഗീയമാണ് എന്ന് പറഞ്ഞത് ഇവിടുത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിക്ക് വലിയ വോട്ട് കിട്ടിയപ്പോൾ കടകംപള്ളി സുരേന്ദ്രനാണ്. ഈ മണ്ഡലത്തിലുൾപ്പെടെ
65,000-ഓളം വരുന്ന ലീഡാണ് പ്രിയങ്ക ഗാന്ധിക്ക് ലഭിച്ചത്. എന്ന് വെച്ചാൽ ഈ മണ്ഡലത്തിൽ ഉൾപ്പെടെയുള്ള നിരവധിയായിട്ടുള്ള മണ്ഡലങ്ങളിൽ 7 മണ്ഡലങ്ങളിൽ ജനങ്ങൾ വർദ്ധിതമായ ആവേശത്തോടു കൂടി വോട്ട് ചെയ്ത ജനങ്ങളെ മലപ്പുറത്തിൻ്റെ ഉള്ളടക്കം വർഗീയമാണ് എന്ന് പറയുന്നതോടുകൂടി അധിക്ഷേപിച്ച CPM-നെ മറ്റൊരു ഇലക്ഷനിൽ കാത്തിരിക്കുന്ന ജനങ്ങൾ ഇവിടെ ഉണ്ട് എന്നുള്ളതൊരു തർക്ക വിഷയമല്ലല്ലോ, അതൊരു സുനിശ്ചിതമായിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ മലപ്പുറം ജില്ലയിലേക്ക് വരുന്ന സ്വർണം, അതുപോലെ തന്നെ മറ്റു ഹവാല, ഇതെല്ലാം കൂടി ചേർന്നുകൊണ്ട് ഇവരിവിടെ രാജ്യവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നു, ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നു എന്നൊക്കെയുള്ള രൂപത്തിലേക്ക് ഈ നാട്ടിലേക്ക് പ്രവാസികൾ ഉൾപ്പെടെയുള്ള ആളുകൾ അയക്കുന്ന പണത്തെ മുഖ്യമന്ത്രി ദുർവ്യാഖ്യാനം ചെയ്ത് ദ ഹിന്ദു പത്രത്തിന് കൊടുത്തിട്ടുള്ള അഭിമുഖം, ഇതൊക്കെ ഇവിടെ യാഥാർത്ഥ്യമായി പബ്ലിക് ഡൊമൈനിൽ ഉള്ളതല്ലേ? അതുപോലെ തന്നെ A. വിജയരാഘവൻ്റെ നിരന്തരമായിട്ടുള്ള വർഗീയ പരാമർശങ്ങൾ ഓരോന്നോരോന്നായി ഇവിടെ ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യമായ കാര്യത്തെ എന്തിനാണ് പറയുമ്പോൾ CPM ഭയക്കുന്നത്? അത് ഭയക്കേണ്ട കാര്യമില്ലല്ലോ. അത് യാഥാർത്ഥ്യമാണെങ്കിൽ അവർ അതിനോട് ഡിബേറ്റ് ചെയ്യാൻ തയ്യാറാകണം, അതല്ലെങ്കിൽ അത് തിരുത്താൻ തയ്യാറാവണം. ഇതൊന്നുമില്ലാതെ ഇത് പറയുമ്പോൾ, പ്രതിപക്ഷ നേതാവ് ഇത് പറയുമ്പോൾ ഞങ്ങളിതിനെ പറയാൻ പാടില്ല എന്ന് പറയുന്നത് അവർക്കതിൽ ഭയമുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും മലപ്പുറത്തെക്കുറിച്ച് ഇവർ നടത്തിയിട്ടുള്ള പരാമർശങ്ങൾ ഈ നാട്ടിലെ ജനങ്ങളെക്കുറിച്ച് തീർച്ചയായിട്ടും പറയും. വയനാട് പാർലമെന്റ് കെ.സിയുടെ പ്രസംഗത്തിൽ മലപ്പുറവും ഉണ്ടായിരുന്നു. അതോടൊപ്പം ഈ പറഞ്ഞ ക്ഷേമ പെൻഷനുകളുമായി ബന്ധപ്പെട്ട കൈക്കൂലി പരാമർശവും. അപ്പോൾ രണ്ടും പറഞ്ഞിട്ട് ആ കൈക്കൂലി പരാമർശം അബദ്ധമായി പോയി എന്നൊരു തോന്നൽ ലീഗിനുണ്ടോ ഇപ്പോൾ? അല്ല, ഞങ്ങൾ ആ ഒരു ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ CPM വന്ന അഭിപ്രായം പറഞ്ഞതിൽ ഞങ്ങൾ വളരെയധികം സന്തോഷിക്കുകയാണ്. കാരണം എന്താണ്, 2,500 രൂപ ക്ഷേമ പെൻഷൻ ആക്കുമെന്ന് പ്രകടന പത്രികയിൽ പറഞ്ഞ ആളുകൾ 1,600 രൂപ പോലും കൊടുക്കാൻ ഇപ്പോഴും ബാക്കി നിൽക്കുന്ന ഒരു സാഹചര്യം ഇവിടെയുണ്ട്. അത് ലഭിക്കാത്ത സാധാരണക്കാരായ ആളുകൾ ഈ വിഷയം കേൾക്കുന്നുണ്ടല്ലോ. ഒന്നത്. 2, കെ സി വേണുഗോപാൽ പറഞ്ഞത് എന്താണ്, ഇവിടെ ക്ഷേമ പെൻഷൻ്റെ കൂടെ തന്നെ ഇവിടെ തൊഴിലാളി പെൻഷൻ, കർഷക തൊഴിലാളി പെൻഷൻ, കയർ തൊഴിലാളി പെൻഷൻ, അതുപോലെ തന്നെ മറ്റുള്ള നിർമ്മാണ തൊഴിലാളി പെൻഷൻ, ഇങ്ങനെ നിരവധിയായിട്ട് അംശാദായം അടച്ച് ആ പെൻഷൻ ലഭിക്കുന്ന നിരവധിയായിട്ടുള്ള തൊഴിലാളികളുണ്ടായിരുന്നു. അത്തരത്തിലുള്ള തൊഴിലാളികളെ പാടെ അവഗണിച്ച് 2,500 കോടി രൂപയാണ് അംശാദായം അടച്ച് സർക്കാർ പെൻഷൻ കൊടുക്കേണ്ട ഇത്തരം ക്ഷേമ ബോർഡുകളിൽ കൊടുക്കാതെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നത്. അത് അങ്ങനെ ആ പെൻഷനും ലഭിച്ച് അതുപോലെ ഒരു മിനിറ്റ് ശ്രുതി, ഒരൊറ്റ സെക്കൻഡ് ഇത് പൂർത്തീകരിക്കാൻ അനുവദിക്കണം. അങ്ങനെ അംശാദായം അടച്ച് പെൻഷൻ ലഭിക്കുന്ന ആളുകളും വാർദ്ധക്യകാല പെൻഷൻ പോലെ വിധവാ പെൻഷൻ പോലെയുള്ളതും ലഭിച്ചിരുന്ന ഒരു ഘട്ടത്തിൽ പെൻഷൻ എല്ലാം കൂടി ഒന്നിപ്പിച്ച് ആ പെൻഷൻ ഈ ജനങ്ങൾക്ക് ലഭിക്കാതെ അതും തന്നെ സീസണലായി കൊടുത്തുകൊണ്ട് തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ള അതല്ലെങ്കിൽ മറ്റു ഫെസ്റ്റിവൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളുടെ തലേ ദിവസം കൊടുത്തുകൊണ്ട് അതിനെ രാഷ്ട്രീയപരമായി മുതലെടുക്കുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഇവിടെ പെൻഷൻ ലഭിക്കുന്ന എല്ലാ ആളുകൾക്കും അത് അനുഭവിച്ചിട്ടുള്ളതാണ്. അങ്ങനെ ഒരു കാര്യമുണ്ട്. ഇപ്പോൾ 2 മാസത്തെ കുടിശ്ശിക എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിന് മുമ്പുള്ളൊക്കെ ഓരോ ഘട്ടങ്ങളായി കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുന്നേ കൊടുക്കുന്നു എന്ന രൂപത്തിൽ എങ്ങനെയാണ് 5 മാസത്തെ കുടിശ്ശിക ഉണ്ടായിരുന്നു. അതിൽ 2 മാസത്തെ കുടിശ്ശിക ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് മുൻപ് കുടിശ്ശിക കൊടുക്കുന്നു. ഇങ്ങനെ ഓരോ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിലും പെൻഷൻ കുടിശ്ശിക കൊടുക്കാൻ മാത്രമായി ഇവർ തയ്യാറാവുകയാണ്. അത് കിറ്റ് കൊടുത്ത് വോട്ട് വാങ്ങിയതുപോലെ ഉള്ള ആളുകളെ ഈ ക്ഷേമ പെൻഷൻ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. നവകേരള യാത്ര, മുഖ്യമന്ത്രി നടത്തിയ നവകേരള യാത്രയുടെ സമയത്താണ് അവിടെ മറിയക്കുട്ടി അവരുടെ ഒരു സമരമൊക്കെ നടന്ന ഓർക്കുന്നില്ലേ? പിച്ചുചട്ടി സമരം എന്നുള്ള രൂപത്തിൽ നടന്ന, അന്ന് ക്ഷേമ പെൻഷൻ കിട്ടാത്ത സമരമായിരുന്നു. അതിനുശേഷം ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിയുന്നു. അതിനുശേഷമാണ് ഈ ഘട്ടം ഘട്ടമായ കുടിശ്ശിക കൊടുക്കുമെന്ന് മുഖ്യമന്ത്രി സഭയിൽ അറിയിച്ചത്. അപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നേ കൊടുത്തിട്ടില്ല. അല്ലേ, ഇത് ഇപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് കൊടുക്കുന്നുണ്ട്, ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് കൊടുത്തിട്ടുണ്ട്. ഇവരിങ്ങനെ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടങ്ങളിൽ മാത്രമായി ഇത് വിതരണം ചെയ്യുന്നുണ്ട്. അത് നിങ്ങളൊന്നുകൂടി പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അന്നൊക്കെ വലിയ വിമർശനം ഉണ്ടായപ്പോൾ അവർ പെട്ടെന്ന് നൽകുകയാണ് ചെയ്യുന്നത്. മാത്രമല്ല, ഇവർ 2,500 രൂപ പെൻഷനാക്കുമെന്നുള്ളത് വലിയ പ്രഖ്യാപനമല്ലേ നടത്തിയിട്ടുള്ളത്. 1,600-ൽ നിന്ന് ഇത് ഒരു 100 രൂപ വർദ്ധിപ്പിക്കാൻ ഇതുവരെ സാധിച്ചിട്ടുണ്ടോ? ഇവർ ഉമ്മൻചാണ്ടിയെ കുറ്റം പറഞ്ഞുകൊണ്ട് പോകുന്നു. അന്നൊക്കെ പെൻഷൻ ക്ലിയറായി നടന്നു എന്നുള്ളതിന് നിരവധിയായിട്ടുള്ള തെളിവുകൾ നിയമസഭയിൽ ഉൾപ്പെടെ ഇവിടെ നടന്നിട്ടുള്ള തെളിവുകൾ നമ്മൾ പലതരത്തിലുള്ള പെൻഷനുകൾ ഉണ്ടായിരുന്നു. ശരി, ആ വ്യത്യാസം അവിടെ നിൽക്കുകയാണ്. ഞാൻ വരാം. പലതരത്തിലുള്ള പെൻഷനും യഥാസമയം ലഭിച്ചിരുന്നു എന്നുള്ളതാണ് സത്യം. അല്ല, അത് കുടിശ്ശികയൊക്കെ ഉണ്ടായിരുന്നു. എല്ലാ പെൻഷനും കുടിശ്ശികയായിരുന്നില്ല എന്നുള്ളതാണ്. ഒരു പെൻഷൻ കിട്ടിയില്ലെങ്കിൽ ഒരാൾക്ക് മറ്റൊരു പെൻഷൻ കിട്ടാനുള്ള സാധ്യത അവിടെ ഉണ്ടായിരുന്നു. അതാണ് വ്യത്യാസം. സജീവ് മഞ്ഞക്കടമ്പിൽ, നിങ്ങൾ അൻവറിന്റെ വാർത്താ സമ്മേളനം ഒരു ദിവസം മുഖ്യമന്ത്രിക്കെതിരെ, ഒരു ദിവസം പ്രതിപക്ഷ നേതാവിനെതിരെ, ഇങ്ങനെ ഊഴമിട്ട് ഓരോ ദിവസമായി ഓരോ കാര്യങ്ങൾ പറയുക എന്നതാണോ ഉദ്ദേശ്യം?
അല്ല, അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ ആരെക്കുറിച്ച് പറഞ്ഞു അതൊക്കെ കൃത്യമായ കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. അതിന് മറുപടി ഈ പറഞ്ഞ പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയും പറയാൻ അവർ തയ്യാറാവേണ്ട. അതിൻ്റെ മറുപടി അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളിലെ യാഥാർത്ഥ്യങ്ങൾ കേരളത്തിലെ ജനങ്ങളുടെ അല്ലെങ്കിൽ നിലമ്പൂരിലെ ജനങ്ങളിലേക്ക് എത്തും. അവർ അതിൻ്റെ മറുപടി വരുന്ന തെരഞ്ഞെടുപ്പിൽ നിലമ്പൂരിൽ അത് പ്രതിഫലിക്കും. അതിനുവേണ്ടിയാണ് വാർത്താ സമ്മേളനം നടത്തുന്നത്. യാഥാർത്ഥ്യങ്ങൾ പറയുന്നതിന് അദ്ദേഹത്തിന് മടിയില്ല, പണ്ടും മടിയില്ല, ഇപ്പോഴും മടിയില്ല. കൃത്യമായ കാര്യങ്ങൾ മാധ്യമങ്ങളിലൂടെ അത് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ആ ഉത്തരവാദിത്വം അദ്ദേഹം നിറവേറ്റുന്നു. നമുക്കറിയാം, ഇന്ന് ഈ തെരഞ്ഞെടുപ്പിൽ ശ്രീ PV അൻവർ അദ്ദേഹം ഇവിടെ മത്സരിക്കുന്നത് പിണറായി സത്തിനെതിരെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെ ജനദ്രോഹ ദുർഭരണത്തിനും വിലക്കയറ്റത്തിനും അഴിമതിക്കും കെടുകാര്യസ്ഥയ്ക്കുമെതിരെ അദ്ദേഹം ശബ്ദമുയർത്തുന്നു. നമുക്കറിയാം, പ്രത്യേകിച്ച് നിലമ്പൂരിനെ സംബന്ധിച്ച് വന്യജീവി ആക്രമണം, മലയോര മേഖല അനുഭവിക്കുന്ന ഏറ്റവും ദുരിതപൂർണമായ ഒരവസ്ഥ. ആ വന്യജീവി ആക്രമണം അത് തടയാൻ ഈ സംസ്ഥാന ഗവൺമെന്റ് ഇതുവരെയും യാതൊരു നടപടിയും എടുത്തിട്ടില്ല. മുന്നണിക്ക് അകത്തു നിന്ന് പറഞ്ഞു, പുറത്തു നിന്ന് ഇപ്പോൾ അദ്ദേഹം യുദ്ധം ചെയ്യുന്നു. ശ്രീ സജി മഞ്ഞക്കടമ്പിൽ അല്ല, ആ പ്രതിപക്ഷത്തിന് പോകേണ്ട കാര്യമില്ലല്ലോ. ഇപ്പൊ ഇവിടെ പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ ശ്രീ VD സതീശൻ എന്താണ് ചെയ്തത്? ശ്രീ PV അൻവർ ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ ദുർഭരണം തുറന്നു കാട്ടാൻ UDF-ലേക്ക് കടന്നു വന്നു. UDF-ന്റെ അനുമതിയോടുകൂടി അദ്ദേഹം രാജിവെച്ചു. അദ്ദേഹത്തെ UDF-ലേക്ക് എടുക്കുമെന്ന് പറഞ്ഞു. അദ്ദേഹത്തെ UDF-ലേക്ക് എടുക്കാതെ അദ്ദേഹത്തെ പെരുവഴിയിലാക്കി, അദ്ദേഹത്തെ അപമാനിച്ചുകൊണ്ട് അദ്ദേഹത്തെ ഇല്ലാതാക്കുവാനുള്ള UDF നേതൃത്വത്തിന്റെ മുഴുവൻ പേരിലെ ചില ആളുകളുടെ ശ്രമം, ആ ശ്രമത്തിനെതിരെയുള്ള ജനങ്ങളുടെ പ്രതികരണവും ഈ തെരഞ്ഞെടുപ്പിലുണ്ടാവും. ഈ വോട്ടുകളൊക്കെ രണ്ടും ശ്രീ PV അൻവറിലേക്ക് മാത്രമായിരിക്കും എത്തുന്നത്. അദ്ദേഹം വാശിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ആത്മവിശ്വാസം, ശ്രീ സജി മഞ്ഞക്കടമ്പിൽ. അപ്പോൾ നിങ്ങൾ പിണറായി സത്തിനെതിരെയാണ് നിങ്ങളുടെ ആദ്യ പോരാട്ടമെങ്കിൽ ആ പോരാട്ടത്തിൽ അവിടെ പ്രതിപക്ഷമുണ്ട്. ആ പോരാട്ടത്തിൽ നിങ്ങൾക്കാണ് വോട്ട് കിട്ടുക, പ്രതിപക്ഷത്തിന് കിട്ടില്ല എന്ന് എങ്ങനെയാണ് നിങ്ങൾ തെളിയിക്കുക? പറഞ്ഞു തെളിയിക്കാൻ പറ്റുമോ? അല്ല, കോൺഗ്രസിന് അല്ലെ UDF-നുള്ള കുറച്ച് വോട്ടുകൾ അവർക്ക് അവിടുത്തെ സ്ഥാനാർത്ഥി കിട്ടും. ഈ പിണറായി സത്തെ പരാജയപ്പെടുത്താൻ ആര്യയുടെ ഷൗക്കത്തിന് സാധിക്കില്ല എന്നുള്ള ഉറച്ച ബോധ്യത്തോടു കൂടിയാണ് ശ്രീ PV അൻവർ മത്സരിക്കുന്നത്. PV അൻവർ അവിടെ ഇനി PV അൻവർ കൂടി അല്ലെങ്കിൽ ഞങ്ങളുടെ പാർട്ടി കൂടി അവിടെ പിന്തുണ കൊടുത്താലും ശ്രീ ആര്യയുടെ ഷൗക്കത്ത് ജയിക്കില്ല എന്ന ബോധ്യമുള്ളത് കൊണ്ടാണ് അദ്ദേഹം ഇന്ന് ദൗത്യം ഏറ്റെടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ അദ്ദേഹം മത്സരിച്ചില്ലെങ്കിൽ 2016-ലും 2021-ലും ഇടത് സ്വതന്ത്രനായിട്ട് നിൽക്കുമ്പോൾ ഇടത് വോട്ടുകൾ മാത്രം കിട്ടിയിട്ടല്ല താൻ വിജയിച്ചതെന്ന് അദ്ദേഹത്തിനും അറിയാം. അദ്ദേഹത്തിന് കൃത്യമായി കോൺഗ്രസിൽ നിന്ന് വോട്ടുകൾ ഉണ്ടായിരുന്നു, ഐ ഗ്രൂപ്പിൽ നിന്നും ഒരു വോട്ടുകൾ ഉണ്ടായിരുന്നു. അവിടെ കോൺഗ്രസിനകത്ത് ഭിന്നതയും ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ കഥ മാറിയിരിക്കുന്നു. അൻവർ കോൺഗ്രസിനെ ഒരുമിപ്പിച്ചിരിക്കുന്നു, മുന്നണിയെ ഒരുമിപ്പിച്ചിരിക്കുന്നു. ലീഗും കോൺഗ്രസും ഒക്കെ ഒറ്റക്കെട്ടായി 2026 എന്ന ഒറ്റ ലക്ഷ്യത്തിൽ, നിലമ്പൂർ നേടുക എന്ന ഒറ്റ ലക്ഷ്യത്തിൽ മുന്നോട്ട് പോവുകയാണ്. അതിൽ അൻവറിന് നന്ദി പറയുന്നുണ്ട് ഒരു തരത്തിൽ. ആയിക്കോട്ടെ, നന്ദി പറഞ്ഞോട്ടെ. ഞങ്ങൾക്കറിയാം ഏതൊക്കെ മേഖലകളിൽ നോട്ട് UDF-നകത്തുനിന്നും LDF-നകത്തുനിന്നും BJP-ക്കകത്തുനിന്നും അല്ലെങ്കിൽ അവിടുത്തെ സാധാരണ ജനങ്ങളുടെ ഒക്കെ വോട്ട് അൻവറിന് ലഭിക്കും. കാരണം അദ്ദേഹത്തെ ഇന്ന് ഞാൻ പറഞ്ഞല്ലോ വളരെ വേട്ടയാടിക്കൊണ്ട് അദ്ദേഹത്തെ ഇല്ലാതാക്കുവാനുള്ള ഗൂഢശ്രമം, അത് UDF-ന്റെയും LDF-ന്റെയും ഭാഗത്തുള്ള ഗൂഢശ്രമത്തിനെതിരെ നിലമ്പൂരിലെ ജനങ്ങൾ അവർ പ്രതികരിക്കും. അവർ അൻവറിന് പിന്തുണ കൊടുക്കും. അൻവർ വിജയിക്കും, യാതൊരു സംശയവും വേണ്ട. അൻവർ ഉന്നയിച്ച ആശയങ്ങൾ, അൻവർ പറഞ്ഞ ആ കാര്യങ്ങൾ, ഇതൊക്കെ യാഥാർത്ഥ്യമാണ്. ജനങ്ങളെ ബാധിക്കുന്ന ജനകീയ വിഷയങ്ങൾ ആണ് അദ്ദേഹം ഏറ്റെടുത്തിരിക്കുന്നത്. നമുക്ക് ഈയിടെ അടുത്ത കാലത്ത് തന്നെ വന്യമൃഗ ആക്രമണവുമായി ബന്ധപ്പെട്ട് സമരം നടത്തിയ ശ്രീ PV അൻവറെ ശ്രീ പിണറായിയുടെ പോലീസ് പിടിച്ച് ജയിലിലടച്ചത് നമ്മൾ കണ്ടില്ലേ? അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ അവിടെ ജനങ്ങൾക്ക് വേണ്ടി പോരാടുന്ന ഒരു പോരാളിയാണ് പ്രിയപ്പെട്ട ശ്രീ PV അൻവർ. ആ പോരാളിയെ ഇല്ലാതാക്കാൻ നിലമ്പൂരിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ആ പോരാളിക്ക് പിന്തുണ കൊടുത്തുകൊണ്ട് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ വീണ്ടും കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ നിലമ്പൂരിൽ ഉണ്ടാവണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി ജനങ്ങൾ അദ്ദേഹത്തിന് വോട്ട് ചെയ്യും. കഴിഞ്ഞ 9 വർഷക്കാലം 9 വർഷക്കാലം ജനപ്രതിനിധി എന്ന നിലയിൽ അദ്ദേഹം സർക്കാരിന്റെ പണം മാത്രമല്ല സ്വന്തം പോക്കറ്റിലെ പണം കൂടി അദ്ദേഹം ആ നാടിന്റെ അവിടുത്തെ വികസനത്തിന് അദ്ദേഹം CPM-മായി പിണങ്ങിയ ശേഷം ഒരു തരത്തിലുള്ള പദ്ധതികളും നിലമ്പൂരിലേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ പിന്നെ വിജയിപ്പിച്ചിട്ട് എന്താണ് കാര്യം? അല്ല, അത് എന്തായാലും CPM-ന്റെ ഭാഗത്തു നിന്നുള്ള നിലവിൽ ഒന്നും അല്ലെങ്കിൽ അദ്ദേഹത്തോട് ജനപ്രതിനിധിയിൽ അദ്ദേഹത്തെ ആ മണ്ഡലത്തിൽ ഒന്നും ചെയ്യാൻ അവർ അനുവദിക്കുന്നില്ലായിരുന്നു എന്ന് യാഥാർത്ഥ്യമാണ്. രാഷ്ട്രീയപരമായി അതാണ് ചോദ്യം. ഈ തെരഞ്ഞെടുപ്പിൽ ജയിപ്പിച്ചിട്ട് നിലമ്പൂർ ജനതയ്ക്ക് എന്ത് കാര്യം?
അല്ല, ഞാൻ ചോദിക്കട്ടെ, അങ്ങനെയെങ്കിൽ UDF ജയിച്ചാൽ കാര്യമുണ്ട്? ഇല്ല. ഇവിടെ ഞാൻ പറഞ്ഞത്, ഇവിടെ ഈ തരത്തിലുള്ള ക്രൂരമായ വേട്ടയാടൽ അല്ല, അവർക്ക് നിസ്സഹായൻ ആണ് എങ്കിലും എന്ന് പറയുന്നത് ഗവൺമെന്റ് സർക്കാരിന്റെ പിന്തുണയില്ലെങ്കിലും വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരാനും ജനകീയ വിഷയങ്ങളിൽ ഇടപെടാനും ശ്രീ PV അൻവറിന് സാധിക്കും. ആ ജനങ്ങൾക്കറിയാം, അദ്ദേഹത്തെ വിജയിപ്പിച്ചാൽ അദ്ദേഹം മുമ്പിൽ നിന്നുകൊണ്ട് പോരാടുമെന്നറിയാം. ഒരു ജനപ്രതിനിധിയായി നിന്ന് പോരാടിയാൽ തീർച്ചയായിട്ടും പലതും, അല്ലെങ്കിൽ സർക്കാർ ആ ജനപ്രതിനിധിക്ക് മുമ്പിൽ മുട്ടുമടക്കേണ്ടി വരും, കീഴടങ്ങേണ്ടി വരും. കീഴടക്കുവാനുള്ള ശേഷിയും ശേമുഷിയും ശ്രീ PV അൻവറിന് ഉണ്ട് എന്ന കാര്യത്തിൽ ആർക്കും സംശയം വേണ്ട. ശരി, VV രാജേഷ്, ഇപ്പോൾ സംഘപരിവാർ അജണ്ടയാണ് അവിടെ CPM നടപ്പാക്കുന്നത് എന്നാണ് UDF പറയുന്നത്, പ്രതിപക്ഷ നേതാവ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു കാര്യം ചെയ്യേണ്ടതില്ല എന്നതാണോ നിലമ്പൂരിലെ സാഹചര്യം? ഞങ്ങൾക്ക് അവിടെ കുറച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് ഈ രണ്ട് മുന്നണികളുടെയും പ്രവർത്തന ഫലമായിട്ട് അത് കൂടുതൽ എളുപ്പമായി മാറുന്നു എന്നുള്ളതാണ് വസ്തുത. ഇവിടെ ഞങ്ങൾ തുടക്കം മുതൽ പറഞ്ഞു വന്ന, ഇപ്പോൾ അൻവർ പറയുന്ന അവസാനം പറഞ്ഞു വച്ചിരിക്കുന്ന കാര്യം എന്താണ്? പിണറായി വിജയനെ സഹായിക്കുന്ന സമീപനമാണ് VD സതീശൻ എടുത്തുകൊണ്ടിരിക്കുന്നത്. പിണറായി വിജയന് വേണ്ടി പണിയെടുക്കുന്ന ഒരു പ്രതിപക്ഷ നേതാവാണ് VD സതീശൻ എന്നാണല്ലോ അൻവർ അവസാനമായി പറഞ്ഞ കാര്യങ്ങൾ ഒന്നും. ഇതല്ലേ കഴിഞ്ഞ 4 വർഷമായിട്ട് ഞങ്ങൾ പറയുന്നത്. അതായത് കേരളത്തിലൊരു സതീശൻ്റെ കേട്ടോ. അല്ല, ഞാനത് കംപ്ലീറ്റ് ചെയ്യട്ടെ. അൻവർ പറയുന്നത് എല്ലാം ഞങ്ങൾക്ക് വേദവാക്യമല്ല, പക്ഷേ ഏതൊക്കെയോ സാഹചര്യങ്ങൾ കൊണ്ട് പറഞ്ഞു പോകുന്ന കാര്യങ്ങൾ, ആ കാര്യങ്ങളിൽ ചിലത് വസ്തുത ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് പറയാം, ഞങ്ങൾക്ക് സൂചിപ്പിക്കാതിരിക്കാൻ പറ്റുമോ? ഞങ്ങൾ 4 വർഷം മുമ്പ് പറഞ്ഞു, അതായത് പിണറായി ഈ അൻവർ പറയുന്ന ഈ പിണറായി സോക്ക് ഉണ്ടല്ലോ, ഇതിങ്ങനെ ആറാട്ട് നടത്തിയത് എപ്പോഴാണ്? പ്രതിപക്ഷം അല്ലാതായി മാറിയപ്പോഴാണ്. പ്രതിപക്ഷം VD സതീശൻ്റെ നേതൃത്വത്തിൽ പൂർണ്ണമായും പിണറായി വിജയന് സറണ്ടർ ആയപ്പോഴാണ് ഈ അതുപോലെ തന്നെ മരുമകൻ്റെ ഭരണവും അതുപോലെ തന്നെ കമ്മീഷൻ വായ്പൊക്കെ തുടങ്ങിയത്. പ്രതിപക്ഷം അല്ലാതായി മാറിയപ്പോഴാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞങ്ങൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് യാഥാർത്ഥ്യമാകുന്നത്. മലപ്പുറത്തൊരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ പല വിഷയങ്ങളും കേരളത്തിൽ മറ്റ് ഏതു ജില്ലയിൽ നടക്കുന്നതിനേക്കാളും വേറെ പല ചർച്ചകളോടെ ഉണ്ടാകും. അത് മലപ്പുറത്തിൻ്റെ സാമൂഹിക പശ്ചാത്തലമാണ്, രാഷ്ട്രീയ പശ്ചാത്തലമാണ്, മുസ്ലിം ലീഗിൻ്റെ ഒരു അപ്രമാദിത്വമുള്ള സ്ഥലങ്ങളുടെ ആ സാന്നിധ്യമാണ്. അവിടെ വരുമ്പോഴേക്കും പുതിയ ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ്റെ കമൻറ്റുകൾ അവിടെ ചർച്ചയാകുന്നുണ്ട്. ഇന്നലെ മറ്റൊരു ചാനൽ ഞാൻ പങ്കെടുത്ത സമയത്ത് വളരെ നിഷ്പക്ഷതയൊക്കെ പറഞ്ഞ സമയത്ത് ഞാൻ അവരോട് ചോദിച്ചൊരു കാര്യം ചെയ്യാം, നമുക്ക് ഒരുമിച്ച് പോയിട്ട് തുഞ്ചൻ പറമ്പിൽ തുഞ്ചത്ത് എഴുത്തച്ഛൻ്റെ പ്രതിമ സ്ഥാപിക്കാമോ എന്ന് ഞാൻ ചോദിച്ചു. അപ്പോഴേക്കും ആർക്കും മറുപടിയില്ല. ഇത്രത്തോളം നിഷ്പക്ഷമായിട്ടൊക്കെ കാര്യങ്ങൾ നടക്കുന്ന ഒരു സ്ഥലമാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് അത് സാധിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരമില്ല. അപ്പോൾ അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ തന്നെ ചർച്ചയാകും. സ്വാഭാവികമായിട്ടും BJP മുന്നോട്ട് വെച്ച രാഷ്ട്രീയത്തിന് ഏറ്റവും പ്രസക്തി നൽകുന്ന തെരഞ്ഞെടുപ്പാണ് നിലമ്പൂരിൽ നടക്കുന്നത്. പ്രതിമയെക്കുറിച്ച് പറയാൻ നിങ്ങൾ അവിടെ ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്തിയത് എപ്പോഴാണെന്ന് നമുക്കറിയാമല്ലോ. മറ്റൊരു പാർട്ടിയിൽ നിന്നും ഒരാളെ കൊണ്ടുവന്ന് സ്ഥാനാർത്ഥിയാക്കി, എന്നിട്ട് വൈകിട്ട് പാർട്ടിയിൽ അംഗത്വം കൊടുക്കുന്നു. നിങ്ങൾക്ക് ഭയങ്കര ദാരിദ്ര്യമാണല്ലോ ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ. ആദ്യം പറയുന്നു ആവശ്യമില്ല, അനാവശ്യ തെരഞ്ഞെടുപ്പ് പറയുന്നു. അല്ല, സ്ഥാനാർത്ഥിയെ ഞങ്ങള് കുറെ കാലമായി ഇവർ പറയുന്നു. എന്റെ കയ്യിൽ ചിത്രമുണ്ടെങ്കിൽ അവിടെ ഏതെങ്കിലും ഒരു രേഖ, എന്റെ കയ്യിൽ ചിത്രം, എന്താ ഇത്ര ആവേശം? അല്ല, നിങ്ങൾ ഉണ്ടെങ്കിൽ ഉള്ള സ്ഥലത്ത് നിന്ന് കൊണ്ടുവരും. തുഞ്ചത്തെഴുത്തച്ഛന്റെ ചിത്രം ഞാൻ പറയട്ടെ, എല്ലാവരും അതിന് തയ്യാറാണ്. നിങ്ങൾ എല്ലാ കാലത്തും പറയുന്ന ഒരു നുണ, ഒരു നുണ അത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ചരിത്രം മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. ഇതൊക്കെയാണ് നിലമ്പൂരിൽ വോട്ടാവുക എന്ന് നിങ്ങൾ എങ്ങനെയാണ് കരുതുന്നത് ശ്രീ VV രാജേഷ്? നിലമ്പൂരിലെ ജനതയെ ഇങ്ങനെ ചെറുതാക്കി കാണരുത്. നിലമ്പൂരല്ല, അത് കേരളത്തിന്റെ വിഷയമാണ്. അല്ല, മലപ്പുറം കേരളത്തിലെ ചിത്രമായിട്ടല്ലോ ഭാഷാപിതാവ് ജനിച്ച സ്ഥലത്ത് മലപ്പുറത്തെ നിങ്ങൾ എങ്ങനെയാണ് കണ്ടിട്ടുള്ളത്? ആ ഭാഷാപിതാവിന്റെ കാര്യമൊക്കെ അപ്പം മറന്നുപോയോ മലപ്പുറത്തെ പറ്റി പറയുമ്പോൾ? മലപ്പുറത്തെ ഞങ്ങൾ കാണുന്നത് ഞാൻ പറയാം.
1969 മാർക്സിസ്റ്റ് പാർട്ടി, കമ്മ്യൂണിസ്റ്റ് പാർട്ടി മലപ്പുറം എന്നുള്ളൊരു പ്രത്യേക ജില്ലാ ന്യൂനപക്ഷ സമുദായത്തിന് വേണ്ടി കൊടുത്ത അന്ന് മുതൽ ഞങ്ങൾ പറഞ്ഞു ഇത് വിഘടനവാദത്തിന്റെ വിത്ത് പാകുവാനേ ഉപകരിക്കുകയുള്ളൂ. അടൽ ബിഹാരി വാജ്പേയി നടക്കുന്ന സ്ഥലത്തേക്കാണ് നിങ്ങൾ സ്ഥാനാർത്ഥിയെ നിർത്തിയിരിക്കുന്നത്. അതിന്റെ ഉച്ചസ്ഥായിലായിരിക്കുകയാണ്. ശരി ശരി, നിർവാഹമില്ല. ജനാധിപത്യത്തിൽ അവിടെ മത്സരിക്കാൻ അല്ല. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ലോകത്തെവിടെയെങ്കിലും ഭാഷാപിതാവ് ജനിച്ച് വളർന്ന നാട്ടിൽ ഭാഷാപിതാവിന്റെ പ്രതിമ വയ്ക്കാൻ ഒരു വിഭാഗം ജനങ്ങൾ, ഒരു സമൂഹം സമ്മതിക്കില്ല. മുസ്ലിം ലീഗിനെ പോലുള്ള രാഷ്ട്രീയ പാർട്ടി അത് നേതൃത്വം കൊടുക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ കാര്യങ്ങൾ വർഗീയമായി സംസാരിക്കുമ്പോൾ വി രാജേഷ് സമ്മതിക്കുന്നില്ല എന്ന് ആര് പറഞ്ഞു? ഏത് നേതാവ് പറഞ്ഞു? വർഗീയമല്ലല്ലോ, യാഥാർത്ഥ്യമല്ലേ. സ്മൃതിക്ക് നാളെ എഴുത്തച്ഛന്റെ പ്രതിമ സ്ഥാപിക്കുമെന്ന് പ്രഖ്യാപിക്കാനുള്ള ധൈര്യമുണ്ടോ? നിങ്ങളുടെ റിപ്പോർട്ടർ ചാനൽ ധൈര്യമുണ്ടോ? പ്രതിമ സ്ഥാപിക്കേണ്ടത് പിന്നെന്തിനാണ് ന്യായീകരിക്കുന്നത്? ദുസ്സൂചനയെക്കുറിച്ചാണ് ഞാൻ ചോദിച്ചത്. അവിടെ ലീഗ് അതിന് വിരുദ്ധമായി നിൽക്കുന്നതെന്ന് താങ്കൾ പറയുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ്? ഏത് ലീഗ് നേതാവാണ് അതിനെ എതിർത്തിട്ടുള്ളത്? രാഷ്ട്രീയത്തിന് പ്രീണന രാഷ്ട്രീയത്തിന്റെ ഫലമാണ്. ഇത്രയും കാലമായിട്ടും തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛന്റെ പ്രതിമ അവിടെ വയ്ക്കാൻ സാധിക്കാത്ത എന്തുകൊണ്ടാ? അതിന് ലീഗിന്റെ നേതാവ് മറുപടി പറയണം. ശരി, മലപ്പുറത്ത് എന്തുകൊണ്ട്, തുഞ്ചൻ പറമ്പിൽ എന്തുകൊണ്ട് തുഞ്ചത്ത് എഴുത്തച്ഛൻ? വേഗം പറഞ്ഞിട്ട് എനിക്ക് ശ്രീ ദാമോദർ പ്രസാദിലേക്ക് പോകണം. മറുപടി പറയാം. ഒന്ന്, തുഞ്ചത്തെഴുത്തച്ഛൻ്റെ പേരിൽ അവിടെ അത്തരമൊരു സംവിധാനം ഒരുക്കിയത് തന്നെ, അദ്ദേഹത്തിൻ്റെ സ്മാരകമായി അവിടെ തുഞ്ചത്തെഴുത്തച്ഛൻ്റെ സംവിധാനങ്ങളും ഒരുക്കിയത് തന്നെ UDF-ന്റെ സമയത്ത് 1991 ടി മുഹമ്മദ് ബഷീർ വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കുന്ന അദ്ദേഹം തിരൂരിനെ പ്രതികരിക്കുന്ന സമയത്താണ്. അങ്ങനെ ഒരു സംവിധാനം അവിടെ ഉണ്ടാകുന്നത് തന്നെ അവിടെ അദ്ദേഹത്തിന്റെ തുഞ്ചൻ പറമ്പ് എന്ന് പറയുന്ന അവിടെയുള്ള സംവിധാനങ്ങൾ. രണ്ടാമത്തെ കാര്യം, മലയാളം സർവകലാശാല തുടങ്ങിയത് PK അബ്ദുൾ റബ്ബ് വിദ്യാഭ്യാസ മന്ത്രിയായ സമയത്ത് UDF ആണ്. ഞങ്ങൾക്ക് ഒരിക്കലും അതിനോട് യാതൊരു പ്രശ്നമില്ല. ഇനി മൂന്നാമത്തെ കാര്യം, പ്രതിമയുടെ കാര്യം തീരുമാനിക്കുകയും രാമാനുജൻ എഴുത്തച്ഛന്റെ കൃത്യമായിട്ടുള്ള ഒരു അദ്ദേഹത്തിന്റെ ചിത്രമോ അവൈലബിൾ അല്ലാത്തത് കൊണ്ട് തിരൂർ നഗരസഭയിൽ മനോരമ പത്രം മുൻകൈയെടുത്ത് അവിടെ പ്രതിമ നിർമ്മാണം ആരംഭിച്ചപ്പോൾ തടസ്സപ്പെടുത്തിയ മലയാള മനോരമ പത്രം സ്ഥാപിച്ചിട്ടുള്ള എഴുത്തിന്റെ ഒരു അനുസ്മരണ മനോരമ പത്രം തീരുമാനമെടുത്തിട്ട് നടപ്പിലാക്കാൻ മുസ്ലിം ലീഗ് സമ്മതിച്ചില്ലല്ലോ. നിങ്ങൾ എന്താ പറയുന്നത്? എത്രത്തോളം നിലമ്പൂരിൽ വേവും എന്നുള്ളതാണ് അറിയേണ്ടത്. ദാമോദർ പ്രസാദ് മറുപടി നൽകും ഇടവേളയ്ക്ക് ശേഷം. ശ്രീ ദാമോദർ പ്രസാദ്, മലപ്പുറത്ത് ഏത് പൊളിറ്റിക്കൽ പ്രൊപ്പഗാൻഡയാണ് ശക്തമായി നിൽക്കുക, അത് ഡോമിനേറ്റ് ചെയ്യുക എന്നുള്ളത് അറിയേണ്ടതുണ്ട്. ഇപ്പോൾ പല വിഷയങ്ങളാണല്ലോ ഇപ്പോൾ ഉയരുന്നത്. KC വേണുഗോപാലിന്റെ പ്രസംഗത്തെ ആയുധമാക്കുന്നു പുറത്ത് CPM. മലപ്പുറവുമായി ബന്ധപ്പെട്ട് CPM നേതാക്കൾ നടത്തിയിരിക്കുന്ന 3-ലധികം പരാമർശങ്ങളുണ്ട്. ആ പരാമർശങ്ങളാണ് ഇന്ന് പ്രതിപക്ഷ നേതാവ് ഉന്നയിക്കുന്നത്. ഇതൊക്കെ തന്നെയാണോ നിലമ്പൂരിൽ യഥാർത്ഥത്തിൽ പ്രധാനപ്പെട്ട വിഷയമാകുക? നമുക്കറിയാം, കഴിഞ്ഞ ദിവസം SDP വോട്ടുമായി ബന്ധപ്പെട്ട് സ്വരാജ് നടത്തിയ പ്രതികരണം, അവരെ തീവ്ര നിലപാടുള്ളവരെ, തീവ്രവാദികളെ മനുഷ്യരായി പോലും കാണുന്നില്ല, വോട്ട് വേണ്ട എന്നാണ് പറഞ്ഞത്. പക്ഷേ മലപ്പുറത്തെത്തി, നിലമ്പൂരിലെത്തി തീവ്ര പ്രതികരണം നടത്തിയൊരു നേതാവ് അവിടെ നിന്ന് പോയിട്ടുണ്ട്. ആ തീവ്ര നിലപാട് അവിടെ വോട്ടാകുമെന്ന് BJP-യും പറയുന്നുണ്ട്. അതേക്കുറിച്ച് CPM-ന് മൗനമാണ്. ഞാൻ ആദ്യമേ സ്മൃതി പറയട്ടെ, നമ്മുടെ പൊതുചർച്ചയിൽ ഈ മലപ്പുറത്തിന് വിദ്വേഷം പ്രകടിപ്പിക്കുന്ന പ്രതിഷേധാർഹമാണ്. അത് പ്രതിഷേധിക്കാൻ പറ്റില്ല. മാത്രമല്ല, മലപ്പുറം ജില്ലയിൽ മുസ്ലിം ജനവിഭാഗം ഭൂരിപക്ഷമാണ്. മുസ്ലിം ലീഗ് മാത്രം മറുപടി പറയേണ്ട വിഷയമാണ് ഞാൻ കരുതുന്നില്ല. കാര്യം എല്ലാ രാഷ്ട്രീയ പാർട്ടിയും, മതേതരത്തിൽ വിശ്വസിക്കുന്ന ഏത് രാഷ്ട്രീയ പാർട്ടിക്കും മലപ്പുറത്തിൻ്റെ സാമാന്യ ജീവിതത്തിൽ നിലനിൽക്കുന്ന എല്ലാ ജില്ലയിലും പോലുള്ള സഹിഷ്ണുതയും ജീവിതത്തിൻ്റെ സാധാരണത്വത്തെക്കുറിച്ചും പറയാൻ അവകാശമുണ്ട്. അത് പറയുകയും ചെയ്യണം. അപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ അന്ന് ഉന്നയിച്ച വിവേചനത്തിൻ്റെ രാഷ്ട്രീയ ദിവസം BJP-യുടെ സഖ്യകക്ഷി BJDS നേതാവായ തുഷാർ വെള്ളാപ്പള്ളിയും ഉന്നയിക്കുകയുണ്ടായി.
ഇടതുപക്ഷം അതിനോട് വേണ്ട പോലെ പ്രതികരിച്ചതിൻ്റെ പ്രതിഷേധം അന്ന് ഉന്നയിച്ചിട്ട് ഇന്നും എനിക്കതിന് അഭിപ്രായമുണ്ട്. കാരണം വെള്ളാപ്പള്ളിയുടെ പ്രതിഷേധം ആ സമയത്ത് തന്നെ നിരാകരിക്കപ്പെടുന്നത് അദ്ദേഹത്തെ പേര് പറഞ്ഞ് തന്നെ ആ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം നിരാകരിക്കപ്പെടുന്നത് അവർ ചെയ്തില്ല എന്നുള്ള വസ്തുത ഇടതുപക്ഷ ഹാൻഡിലുള്ള അഭിപ്രായം പറഞ്ഞിട്ടുണ്ടാവും. പക്ഷേ പറയേണ്ട സ്ഥലത്ത് നിന്ന് ഉത്തരവാദിപ്പെട്ട സ്ഥലത്ത് നിന്ന് പറഞ്ഞില്ല എന്നും ഒരു തരത്തിൽ ശ്ലാഘിക്കുകയാണ് ചെയ്തുള്ള വസ്തുത നമ്മുടെ മുമ്പിലുണ്ട്. അത് അന്നും പ്രതിഷേധിച്ചിട്ടുണ്ട്, ഈ ഇലക്ഷൻ്റെ കോൺടെക്സ്റ്റിൽ അന്നും പ്രതിഷേധിച്ചിട്ടുണ്ട്, ഇന്നും പ്രതിഷേധാർഹമായിട്ടുള്ള കാര്യങ്ങൾ പറയാതിരിക്കാൻ പറ്റില്ല. കാര്യം ഇത് മലപ്പുറത്തെക്കുറിച്ചുള്ള കാലങ്ങളായി കൊണ്ടുപോകുന്നൊരു ആഖ്യാനമാണ്. ഈ ആഖ്യാനത്തിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് മുസ്ലിം വിരുദ്ധ ഇസ്ലാമോഫോബിയ എന്ന് വിളിക്കുന്ന പ്രചരിപ്പിക്കാൻ വേണ്ടിയുള്ള ആസൂത്രിതമായിട്ടുള്ള ശ്രമമാണ്. ഇത് നമ്മൾ കാണാതിരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത് നിലമ്പൂർ തെരഞ്ഞെടുപ്പ് ഇത് ബാധിക്കുമോ എന്നുള്ള വിധത്തിൽ അതറിയാം. നിലമ്പൂരെ സംബന്ധിച്ചാൽ അതിൻ്റെ ഒരു പ്രത്യേക സവിശേഷത നിങ്ങൾക്കറിയാലോ. അതിൻ്റെ ഒരു ഭൂമിശാസ്ത്രപരമായിട്ടുള്ള ഒരു നിലനിൽപ്പും അതുമായി ബന്ധപ്പെട്ടത് എങ്ങനെയാണ് നമുക്കറിയില്ല. കാര്യം അവിടെ പ്രധാനപ്പെട്ട ആ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കറിയാം, അവിടെ അൻവർ ഒഴിഞ്ഞ പശ്ചാത്തലത്തിലാണ് അൻവർ രാജിച്ച പശ്ചാത്തലത്തിലാണ് തെരഞ്ഞെടുപ്പ് വന്നത്. അവിടെ അൻവർ ഉപയോഗിക്കുന്ന കാര്യം സഹതാപ വോട്ടാണ്. അനുതാപമാണ് അദ്ദേഹം തേടുന്ന വോട്ട്. അത് നമുക്ക് ഓരോ ഘട്ടത്തിൽ അദ്ദേഹത്തിന് സ്മൃതി നേരത്തെ സൂചിപ്പിച്ച വാക്ക് ഉപയോഗിക്കുകയാണ്, നിസ്സഹായാവസ്ഥ പറഞ്ഞാണ് വോട്ട് നേടുന്നത്. പക്ഷെ അതിനെ സത്യസന്ധമായിട്ട് ആദ്യമായി പൊളിച്ചത്, ആ പൊളിക്കാറ് ഞാൻ ഒരു ഉദ്ദേശിച്ച രാഷ്ട്രീയം പൊളിച്ചത് പിണറായി വിജയനാണ്. ഈ സത്യത്തിൽ ഡിബേറ്റ് മാറ്റിയത്. വഞ്ചനയുടെ ഒരു ചരിത്രം അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിനെയും പേറുതലിനായി അൻവർ കണ്ടിരുന്ന ആളാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ. അപ്പോൾ അദ്ദേഹത്തെയും LDFനെയും വഞ്ചിച്ചു എന്ന് പറഞ്ഞൊരു പുതിയ ഡിബേറ്റ് ഉയർത്തിക്കൊണ്ടുവന്നു. അതിന് വാര്യംകുന്നൻ്റെ ചരിത്രവും പിണറായി ഉദാഹരിച്ച് നമുക്കറിയാം. അങ്ങനെ ഉയർത്തിക്കൊണ്ട ശേഷം വഞ്ചനയിലേക്ക് ഡിബേറ്റ് പോവുകയും അതിന് മറുപടി എന്നോണാണ് ജനങ്ങളെ വഞ്ചിച്ചത്, മലപ്പുറത്തെ വഞ്ചിച്ചതിൻ്റെ കഥ അൻവറും പറഞ്ഞത്. പക്ഷേ വഞ്ചന പ്രധാനപ്പെട്ട വിഷയമായി വരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അതിൻ്റെ കൂട്ടത്തിലാണ് നമുക്കറിയാം KC വേണുഗോപാലിൻ്റെ അഭിപ്രായം വന്നത്. സ്വാഭാവികമായിട്ടും ഇത് ആരോപണ പ്രത്യാരോപണങ്ങൾ വർദ്ധിക്കുകയും ഓരോ രാഷ്ട്രീയ നേതാവിൻ്റെയും വായിൽ നിന്ന് വീഴുന്ന ഓരോ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുകയും ആ ചർച്ച എത്രമാത്രം സ്വാധീനിക്കാറില്ല. പക്ഷേ പ്രധാനമായിട്ട് വരാൻ പോകുന്ന കാര്യം ഇതിനെ സംബന്ധിച്ചിടത്തോളം നമുക്കെല്ലാം ഏത് തലത്ത് നോക്കിയാലും ഈ നേരത്തെ ആർഷ സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്, വികസനമാണ് ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. തീർച്ചയായിട്ടും അതിൻ്റെ പ്രശ്നങ്ങൾ മലപ്പുറത്തിൻ്റെ കാര്യം ഹൈവേ പോലുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്കറിയാം, നമ്മൾ അനുഭവിക്കുന്ന യാഥാർത്ഥ്യങ്ങൾ വേറെ വശത്തുണ്ട്. പക്ഷേ വികസനമാണ് ചർച്ച ചെയ്യുന്നത്, ഗവൺമെൻറ് നേട്ടമാണ് ചർച്ച ചെയ്യുന്നത്, ഗവൺമെൻറ് നേട്ടം ചർച്ച ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ആത്യന്തികമായിട്ട് ഈ തെരഞ്ഞെടുപ്പ് ഒരു കർട്ടൻ റേസർ പോലെ തന്നെയാണ് പ്രതിഫലിക്കാൻ പോകുന്നത്. ആ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ചിടത്തോളം ഇത് ഗവൺമെൻറ്റിനെയും പ്രതിപക്ഷത്തിനെയും കുറിച്ചുള്ള വിലയിരുത്തലാണ്. ഗവൺമെൻറ്റിനെ കുറിച്ച് വിലയിരുത്താൻ ഗവൺമെൻറ് ചെയ്യുന്ന നടപടികൾ ശരിയോ തെറ്റോ വിലയിരുത്താനുള്ള തെരഞ്ഞെടുപ്പ് തന്നെയാണ്. ആ നിലയ്ക്ക് തന്നെ പ്രതികരിക്കുക. അല്ലാണ്ട് അൻവറിനെ മാത്രം രാഷ്ട്രീയ നിലയ്ക്ക് അല്ലാതെ വരാൻ പോകുന്നത്. ജനങ്ങൾ പ്രതികരിക്കാൻ പോകുന്നത് ഈ ഗവൺമെൻറ്റിനെ കുറിച്ചുള്ള ഗവൺമെൻറ് നടത്തിയ പ്രവർത്തനങ്ങൾ ശരിയാണോ തെറ്റാണോ, അത് ഏതൊക്കെ തരത്തിൽ അവർ സമൂഹത്തെ പ്രതിഫലിച്ചിട്ടുണ്ട്, നല്ലതാണോ ചീത്തയാണോ തുടങ്ങിയ ആത്യന്തികമായ ആ വിലയിരുത്തലായിരിക്കും. ഒപ്പം തന്നെ പ്രതിപക്ഷത്തിൻ്റെ രാഷ്ട്രീയം, പ്രതിപക്ഷം ബലപ്രദമായിട്ടാണോ ഇതിനെ പ്രതിരോധിച്ചത്, അതേപോലെ തന്നെ പ്രതിപക്ഷ രാഷ്ട്രീയം ശരി, അത് UDFൻ്റെ രാഷ്ട്രീയം ശരിയാവണ്ണമാണോ പ്രവർത്തിക്കുന്നതിനെ കുറിച്ചുള്ള വിധിയെഴുത്തും കൂടിയായിരിക്കും. അതിൻ്റെ അകത്ത് അൻവറിന് എത്രമാത്രം സ്വാധീനം ചെലുത്താൻ പോകുന്നത് എന്ന് നമുക്കറിയില്ല. പക്ഷേ തീർച്ചയായിട്ടും അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ഇത് തന്നെയായിരിക്കും മുഖ്യമായിട്ട് അജണ്ട വരാൻ പോകുന്നത്. അൻവർ അതിൻ്റെ അകത്ത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം ഉന്നയിക്കേണ്ട, അദ്ദേഹം അവിടെയും രണ്ട് പക്ഷത്തെ എതിർക്കുമ്പോഴും തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കാൻ പോകുന്ന രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇത് തന്നെയായിരിക്കും. അത് മലയോര കർഷകരുടെ മേഖല എടുത്തു പറഞ്ഞാലും അവരെ സംബന്ധിച്ചിടത്തോളം ഈ ശരിയാണ്, വന്യജീവി പ്രശ്നങ്ങളൊക്കെ തന്നെയാണ് ഈ മലയോര കർഷകർ. ഇവരുടെ മാത്രമല്ല, കേരളത്തിൽ മറ്റ് സ്ഥലങ്ങളിലെ മലയോര കർഷകരും ഈ പ്രശ്നം നേരിടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഗവൺമെൻറ്റിൻ്റെ വിലയിരുത്തൽ തന്നെയായിരിക്കും. അത് നമുക്ക് എന്താണെന്ന് കണ്ടിരിക്കാൻ നമുക്ക് 23 അറിയാൻ പറ്റുള്ളൂ. ഒപ്പം തന്നെ അത് പ്രതിപക്ഷത്തിൻ്റെയും കൂടി വിലയിരുത്തലായിരിക്കും. കാര്യം പ്രതിപക്ഷം സംബന്ധിച്ചോളം പ്രതിപക്ഷത്തിന് ഇതിൽ പ്രതിപക്ഷം ജീവൻ മരണ പോരാട്ടം തന്നെയാണ്. ഇതിൽ ഏതെങ്കിലും കാരണവശാലും ഇടറുകയാണെങ്കിൽ പ്രതിപക്ഷം സംബന്ധിച്ചോളം അതൊരു ഒരു പ്രത്യേക തരത്തിൽ അന്ത്യം കാണലായിരിക്കും. അല്ലെങ്കിൽ അതിൻ്റെ നേതൃത്വങ്ങൾക്ക് അല്ലെങ്കിൽ അതിൻ്റെ നേതൃത്വത്തിലുള്ളവർക്ക് പോലും ഒരു അവസാനമാകുന്ന ഒരു ഘട്ടമായിരിക്കും ഉണ്ടായിരിക്കും. അപ്പോൾ ആ നിലയിൽ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം നിലമ്പൂർ വിധി എഴുതാൻ പോകുന്ന പ്രധാനപ്പെട്ട കാര്യം എന്തൊക്കെ തന്നെയാണ് ഈ അടിയൊഴുക്കെന്ന് പറയുന്നത് ഇതിനെ കേന്ദ്രീകരിച്ച് തന്നെയായിരിക്കും. മറ്റൊന്നുമായിരിക്കും ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് ഗവൺമെൻറ് വികസന പ്രവർത്തനങ്ങൾ അത് ശരിയാവണ്ണമാണോ ജനങ്ങൾ സ്വീകരിച്ചത്, അതോ അത് ഈ ഗവൺമെൻറ്റായി ബന്ധപ്പെട്ട് അഭിപ്രായ വ്യത്യാസം ജനങ്ങൾക്കുണ്ടോ എന്ന് തന്നെയായിരിക്കും ആത്യന്തികമായിട്ട് തെരഞ്ഞെടുപ്പ് വിധി എഴുതാൻ പോകുന്നത്. അല്ലാതെ മറ്റ് ഘടകങ്ങളൊക്കെ തന്നെ അന്തരീക്ഷത്തിലുണ്ടായിരിക്കും. അത് ഉയർത്തിക്കൊണ്ടുവരാൻ സ്വാഭാവികമായിട്ടും ഇലക്ഷൻ നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യയിലും കേരളത്തിൽ എവിടെയാണ് ഇലക്ഷൻ ഒരു പൊതുമണ്ഡലം തുറക്കലാണ്. കാര്യം ആശയ സംവാദത്തിൻ്റെ മേഖലയാണ്. പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ കടന്നു വരും, പലതരത്തിൽ വ്യത്യാസ അഭിപ്രായങ്ങൾ വരും. അതിനെ വിദ്വേഷപരിതാക്കാൻ പലരും ശ്രമിക്കുകയും ചെയ്യും. അത് പ്രതിഷേധാർഹമാണ്, പ്രതിഷേധിക്കപ്പെടേണ്ടതുമാണ്. അത് ഒപ്പം തന്നെ ശരിയായിട്ടുള്ള ആശയ ചർച്ചകൾ നടക്കുകയും ചെയ്യും. കാര്യം വികസനം സംബന്ധിച്ച് ഈ വികസന മാതൃകയാണോ ശരി, അതോ ഈ വികസന മാതൃകൻ്റെ പ്രത്യാഘാതങ്ങൾ ജനങ്ങൾ അനുഭവിക്കണമോ? ക്ഷേമ പെൻഷൻ ഔദാര്യം എന്നല്ലോ സർക്കാർ. ക്ഷേമ പെൻഷൻ ഔദാര്യമല്ല, ക്ഷേമ പെൻഷൻ അവകാശമാണ്, ജനങ്ങളുടെ അവകാശമാണ് ക്ഷേമ പെൻഷൻ. അതൊരു സംശയമില്ലാത്ത കാര്യമാണ്. അപ്പോൾ ഒരു വെൽഫെയർ സ്റ്റേറ്റാണ് ക്ഷേമ പെൻഷൻ ഉണ്ടാവുക, ഡെമോക്രാറ്റിക്കുള്ള അവകാശമാണ്. അപ്പോൾ അത് കൊടുക്കുന്ന രീതി ശരിയായ വിധമാണോ, അതിൻ്റെ കുറിച്ചുള്ള ചർച്ചകളും സ്വാഭാവികമായിട്ട് നടക്കും. ഇതുപോലെ ഒട്ടനവധി വിഷയങ്ങൾ ഒരു തുടർഭരണത്തിനിടയാക്കിയിട്ടുണ്ട് എന്ന വിലയിരുത്തലുണ്ടല്ലോ. ഒരുപക്ഷെ അതാണോ പ്രതിപക്ഷത്തെ ഭയപ്പെടുത്തുന്നത്? അതുകൊണ്ടാണ് ഈ പെൻഷനിലൂന്നത്. തീർച്ചയായിട്ടും അതൊരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണോ കേരളം സംബന്ധിച്ചുള്ള 2021 തെരഞ്ഞെടുപ്പിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം. പക്ഷേ ആ അന്തരീക്ഷം വേറെ ഒന്നായിരുന്നു നമുക്കറിയാം. ആ അന്തരീക്ഷം എന്ന് പറയുന്നത് കോവിഡുമായി ബന്ധപ്പെട്ട അന്തരീക്ഷത്തിൽ ഗവൺമെൻറ് എടുത്ത നടപടികൾ ജനങ്ങൾ സ്വീകരിച്ചു എന്നുള്ളതിനാണ് തെരഞ്ഞെടുപ്പ് വിധി കാണിക്കുന്നത്.
അത്തരം അന്തരീക്ഷം അല്ല നിലനിൽക്കുന്നത്. അതൊരു അന്തരീക്ഷമല്ല നിലനിൽക്കുന്ന നിലമ്പൂർ മറ്റ് ഈ പറഞ്ഞ പോലെ ഘടകങ്ങളുള്ള സമയത്ത് തന്നെ ഈ കാര്യം തെരഞ്ഞെടുപ്പ് സ്വാഭാവിക ചർച്ചയാവും. ഗവൺമെൻറ് നല്ല പ്രവർത്തനങ്ങളാണ് നടത്തിയിട്ടുണ്ടെങ്കിൽ, ഗവൺമെൻറ് ക്ഷേമ പ്രവർത്തനങ്ങൾ ശരിയാവണമെന്ന് ജനങ്ങൾക്ക് ലഭിച്ചെങ്കിൽ ഗവൺമെൻറ് അനുകൂലമായി തന്നെ ജനങ്ങൾ എഴുതാം. പക്ഷേ അതേസമയം ഗവൺമെൻറ് വികസന പ്രവർത്തനങ്ങൾ ഗവൺമെൻറ് ആവിഷ്കരിച്ച വിധത്തിലല്ല ജനങ്ങൾ മനസ്സിലാക്കുന്നത്. അത് ഇപ്പോൾ ഉദാഹരണം നമ്മൾ ഹൈവേ പോലുള്ള കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ആ ആവിഷ്കരിച്ച വിധത്തിലല്ല ജനങ്ങൾ ഉൾക്കൊണ്ടെന്നും ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിന് എതിരഭിപ്രായങ്ങളുണ്ടെങ്കിൽ അതും സ്വാഭാവികമായിട്ടും പ്രതിഫലിക്കും. അത്തരം പ്രതിഫലനം തന്നെയാണല്ലോ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് ഏറ്റവും നിർണായകക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു ഉപതെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് അതുകൊണ്ട് ആ കാരണത്താൽ ഈ സെക്യുലർ രാഷ്ട്രീയത്താലാണ് നിർണ്ണയിക്കപ്പെടാൻ പോകുന്നത്. അല്ലാതെ മറ്റു മത രാഷ്ട്രീയങ്ങളോ അല്ലെങ്കിൽ അതുപോലെ വിദ്വേഷങ്ങളും ഈ തെരഞ്ഞെടുപ്പിൽ ഏശാനും പോകുന്നില്ല. അതിവിടെ ജനങ്ങൾ തൃണവൽക്കരിക്കും, അതിനെ പുച്ഛിച്ചു തള്ളും. തെരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയം ഇതിൻ്റെ മതേതരമായിട്ടുള്ള ആശയങ്ങളാണ്. അത് ക്ഷേമത്തെ സംബന്ധിച്ചിട്ട്, വികസനം സംബന്ധിച്ചിട്ട്, ഗവൺമെന്റിന്റെ വിലയിരുത്തൽ സംബന്ധിച്ച് പ്രതിപക്ഷത്തിന്റെ രാഷ്ട്രീയം ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ തന്നെയായിരിക്കും ഏറ്റുമുട്ടുക. അത് തന്നെയായിരിക്കും ആത്യന്തികമായിട്ട് ഈ തെരഞ്ഞെടുപ്പിന്റെയും കേരളത്തിൽ. ശരി, ഇതാണ് ആർഷോ. ഇപ്പോൾ ഈ സർക്കാരിന്റെ വിലയിരുത്തലാകും ഈ ഉപതെരഞ്ഞെടുപ്പ് എന്ന ഈ ഘട്ടത്തിൽ നിങ്ങൾക്ക് ആത്മവിശ്വാസത്തോടെ പറയാമോ? സർക്കാരിന്റെ വിലയിരുത്തൽ എന്ന് പറയുമ്പോൾ നിങ്ങൾ മുന്നോട്ട് വെച്ചിരിക്കുന്ന പ്രോഗ്രസ് കാർഡ് മാത്രമല്ലല്ലോ, എന്തൊക്കെ നടപ്പായി എന്ന് ജനം കൂടി വിലയിരുത്തുകയാണല്ലോ. ക്ഷേമ പെൻഷനുകളുമായി ബന്ധപ്പെട്ട് നിങ്ങൾ കുടിശ്ശിക നൽകിക്കൊണ്ടിരിക്കുകയാണ്. ശരിയാണ്, ഇനി 2 മാസം മാത്രമേ ബാക്കിയുള്ളൂ. പക്ഷെ അപ്പോഴത്തെ ക്ഷേമനിധിയുമായി ബന്ധപ്പെട്ട് 20 മാസത്തെ കുടിശ്ശികയുള്ള ഒരു സാഹചര്യം കൂടിയുണ്ട്. തൊഴിലാളികൾ സ്വയം അടച്ച പെൻഷൻ ഭാഗം അടക്കമുള്ളതാണ് സർക്കാർ മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിച്ചിരിക്കുന്നത്, വകമാറ്റി ചെലവഴിച്ചിരിക്കുന്നത്. 20 മാസത്തെ കുടിശ്ശിക എന്നുള്ള വിഷയം അവിടെ നിൽക്കുന്നു. പിന്നെ ഈ പറയുന്ന ആശാവർക്കർമാരുടെ സമരം ഒരു വശത്ത് നടക്കുന്നു. പട്ടികവർഗക്കാരുടെ പല പദ്ധതികളും നിർത്തിവച്ചിരിക്കുന്നു, അവർക്കുള്ള പല ഫണ്ടുകളും നിർത്തിവച്ചിരിക്കുന്നു എന്നുള്ള സാഹചര്യം അവിടെ നിൽക്കുന്നു. അപ്പോൾ ഇതൊക്കെ തന്നെയും നിങ്ങളുടെ പ്രയോറിറ്റി എന്താണ് എന്നതിൻ്റെ സൂചനയാണ്. അതുകൂടി പ്രതിഫലിക്കില്ലേ ഈ തെരഞ്ഞെടുപ്പിൽ? എനിക്ക് ഇറങ്ങേണ്ടതുണ്ട്. ഇതിനകത്ത് സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ ഈ നാട്ടില് എന്നോടല്ലേ ആർഷോ പറയൂ. സർക്കാരിന്റെ പ്രവർത്തനം ഉൾപ്പെടെ സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഓരോ ഇടപെടലിനെ സംബന്ധിച്ചും ജനം വിലയിരുത്തണം. അതിനെ സംബന്ധിച്ച് ജനങ്ങൾ വളരെ കൃത്യമായിട്ട് ഇടകീറിയിട്ടുള്ള പരിശോധന നടത്തണം എന്നത് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം. അങ്ങനെ വിലയിരുത്തി തന്നെയാണല്ലോ പോളിംഗ് ബൂത്തിലേക്ക് വോട്ട് ചെയ്യുന്നതിന് വേണ്ടി കടന്നു പോകുന്നത്. അതിനകത്ത് തർക്കമില്ല. ഞാൻ ഈ ചോദ്യത്തിലേക്ക് വരുന്നതിന് മുൻപ് ഇവിടെ എനിക്ക് മുൻപ് സംസാരിച്ച ആളുകൾ സൂചിപ്പിച്ച ചില കാര്യങ്ങൾക്കകത്തുള്ള വിയോജിപ്പ്. ഒന്ന്, UDF പ്രതിനിധി സൂചിപ്പിച്ചു, സൂചിപ്പിച്ചു ഈ പറഞ്ഞ പോലെ കഴിഞ്ഞ സർക്കാർ കിറ്റ് നേടി അല്ലല്ല UDF പ്രതിനിധി സൂചിപ്പിച്ചു കിറ്റ് മേടിച്ച് വോട്ട് ചെയ്ത ആളുകളാണ് കേരളത്തിലെ ജനങ്ങൾ എന്നുള്ള നിലയ്ക്കൊക്കെ ഇവർ പറഞ്ഞ പോലെ കേരളത്തിലെ വോട്ടർമാരെ വല്ലാതെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാണ്. ഈ ഏത് സാഹചര്യത്തിലാണ് ഈ നാട് കണ്ടിട്ടുള്ളതിലേക്ക് വെച്ച് ഏറ്റവും വലിയ പ്രതിസന്ധിയുടെ ദുരന്തത്തിന്റെ ഘട്ടമുണ്ടായ ഘട്ടത്തിലാണ് കിറ്റ് ഉൾപ്പെടെയുള്ള ക്ഷേമ പ്രവർത്തനങ്ങളുമായി ഒരു സർക്കാർ മുന്നോട്ട് പോയത്. ആ സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്. കേരളത്തിലെ ജനങ്ങളാകെ ഒരു കിറ്റ് കിട്ടുമ്പോഴേക്കും ഒരു സർക്കാരിന് അനുകൂലമായി വോട്ട് ചെയ്യുമെന്നുള്ള നിലയിലേക്ക് ഇത്രയേറെ ചുരുക്കി ഈ നാട്ടിലെ മനുഷ്യരെ കാണുന്ന നിലയിലേക്ക് UDF പ്രതിനിധി കടന്നു പോകരുത് എന്ന് വളരെ വിനീതമായി അദ്ദേഹത്തോട് അങ്ങനെയില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. അതിനകത്ത് കിറ്റ് മേടിച്ച് വോട്ട് ചെയ്ത ആളുകൾ എന്ന നിലയിലേക്ക് വോട്ടർമാരെ ചുരുക്കാൻ വേണ്ടി പാടില്ല. ജനങ്ങൾ സ്വാഭാവികമായും തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ വിവിധങ്ങളായ വിഷയങ്ങളെ സംബന്ധിച്ച് ഒരു കിറ്റിന്റെ പുറത്ത് മാത്രമാണോ ഈ പറഞ്ഞ നാട്ടിലെ മനുഷ്യർ വോട്ട് ചെയ്യുക? അല്ലെന്ന് ഈ നാട്ടിലെ വിവിധങ്ങളായ വിഷയങ്ങളുണ്ട്. അത് മുഴുവൻ അവലോകനം ചെയ്ത് അതിനെ സംബന്ധിച്ചൊക്കെ അഭിപ്രായ രൂപീകരണം നടത്തിയാണ് ഈ നാട്ടിലെ മനുഷ്യർ പോളിംഗ് ബൂത്തിലേക്ക് ചെല്ലുക. പ്രത്യേകിച്ച് കേരളത്തിലെ വലിയ രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള ഈ നാട്ടിലെ മനുഷ്യരെ അങ്ങനെ ചുരുക്കി കെട്ടാൻ വേണ്ടി പാടില്ല എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. മറ്റൊന്ന്, BJPയുടെ പ്രതിനിധി ആവർത്തിച്ച് ഈ നാടിനകത്ത് BJP പ്രതിനിധി ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന വർഗീയതയുടെ, വിദ്വേഷത്തിന്റെ, വെറുപ്പിന്റെ രാഷ്ട്രീയം ഉണ്ടല്ലോ, അതിനെ ഈ നാട് തിരിച്ചറിയും. എങ്ങനെയാണ് ഒരു ജില്ലയെ, ഒരു പ്രദേശത്തിന് മതം കലർത്തി കൊടുക്കാൻ വേണ്ടി കഴിയുക? ഒരു പ്രദേശത്ത് ജീവിക്കുന്ന ഭൂരിപക്ഷ മനുഷ്യരുടെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു പ്രദേശത്തിന്, ഇന്ത്യ പോലൊരു സെക്യുലർ രാജ്യത്തിനകത്ത് ഒരു പ്രദേശത്തിന് മതം ചാർത്തി കൊടുക്കുന്ന നിലയിലേക്ക് BJP കടക്കുന്നതിനെ ഈ നാട് തിരിച്ചറിയും. ഈ വിദ്വേഷ പ്രചരണം തുടരുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ കൂട്ടർ ഇപ്പോഴും അടുപ്പിക്കാൻ കൊള്ളാത്ത ആളുകളാണെന്ന് ഈ നാട്ടിലെ മനുഷ്യർ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. മലപ്പുറം ജില്ലയെ സംബന്ധിച്ച് ജില്ലയുടെ രൂപീകരണ ഘട്ടം മുതൽ മലപ്പുറം ജില്ല രൂപീകരിക്കുന്നതിന് വേണ്ടി ഇടതുപക്ഷം മുന്നിട്ടിറങ്ങിയ ഘട്ടം മുതൽ ഇങ്ങോട്ട് മലപ്പുറം ജില്ലയെ കേരളത്തിലെ മറ്റ് 13 ജില്ലകൾ ഏത് നിലയിലാണോ ആ നിലയിൽ തന്നെയാണ് ഇടതുപക്ഷം കണ്ടിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമുണ്ട്. ആദ്യം താങ്കൾ പറഞ്ഞ പെൻഷനുമായി ബന്ധപ്പെട്ട് പെൻഷൻ കുടിശ്ശിക കൊടുക്കേണ്ടത് തന്നെയാണ്, അത് ആളുകളുടെ അവകാശമാണ്. പക്ഷേ ആർഷോ അത് പക്ഷേ ഓണ വിഷു സമ്മാനം എന്ന രീതിയിലാണ് അത്
അവതരിപ്പിക്കുന്നത് എന്നുള്ള പ്രശ്നം അവിടെ നിൽക്കുന്നു. അതൊന്ന്. ഇനി പറഞ്ഞ ഒരു പ്രദേശത്തെ വർഗീയമായി ചിത്രീകരിക്കുന്നു എന്നുള്ള ഒരു പ്രശ്നം, അതിൽ CPM-ഉം സമാനമായി പ്രതികരണങ്ങൾ നടത്തിയത് നമ്മുടെ മുന്നിൽ പല വർഷങ്ങളായി നടത്തിയതുണ്ട്. ഏറ്റവും ഒടുവിൽ വിജയരാഘവൻ, ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ചുമതലയിൽ നിലമ്പൂരിൽ പ്രവർത്തിക്കുന്ന വിജയരാഘവൻ, നിങ്ങളുടെ പൊളിറ്റ് ബ്യൂറോ അംഗം, വയനാട്ടിൽ നിന്ന് 2 ആളുകൾ വിജയിച്ചു. രാഹുൽ ഗാന്ധി ജയിച്ചത് ആരുടെ പിന്തുണയില്ല? മുസ്ലിം വർഗീയ ചേരിയുടെ ദൃഢമായ പിന്തുണയില്ലെങ്കിൽ രാഹുൽ ഗാന്ധി ഡൽഹിയിൽ എത്തുമോ? അദ്ദേഹമല്ലേ കോൺഗ്രസിന്റെ പ്രതിപക്ഷ നേതാവ്? ആരൊക്കെയായിരുന്നു പ്രിയങ്ക ഗാന്ധിയുടെ ഘോഷയാത്രയ്ക്ക് മുന്നിലും പിന്നിലും? ന്യൂനപക്ഷ വർഗീയതയിലെ ഏറ്റവും മോശപ്പെട്ട തീവ്രവാദ ഘടകങ്ങൾ വരെ ഘോഷയാത്രയിൽ ഉണ്ടായിരുന്നു എന്നാണ് വിജയരാഘവൻ പ്രസംഗിച്ചത്. ഇതിന്റെ അർത്ഥം എന്താണ്? എത്ര ഭൂരിപക്ഷത്തിൽ ജയിച്ച ഒരു MP-യെയാണ് ഈ തരത്തിൽ അപമാനിക്കുന്നത്? അപ്പോൾ ഒരു ജനതയെ തന്നെ അപമാനിക്കുന്ന പ്രതികരണമാണത്. അല്ല, ചോദ്യം മനസ്സിലായി. അതിന്റെ ഉത്തരത്തിലേക്ക് വരാം. ഈ മലപ്പുറം ജില്ല രൂപീകരിക്കപ്പെട്ട ഘട്ടത്തിൽ വഴിക്കടവിൽ നിന്ന് ആരംഭിച്ച ഒരു പ്രകടനം ഉണ്ടായിരുന്നു മലപ്പുറം ജില്ലയുടെ ആസ്ഥാനത്തേക്ക്. ആ പ്രകടനം നയിച്ചതാര് എന്നുള്ളതിനെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പ് ചർച്ചയാകുന്നുണ്ട്. ആ പ്രകടനത്തിൽ ഉയർന്നു വന്ന പാകിസ്ഥാൻ പ്രതിപാദിപ്പിക്കപ്പെട്ട മുദ്രാവാക്യങ്ങൾ ഉണ്ടായിരുന്നു. ആ മുദ്രാവാക്യങ്ങൾ മുടക്കിയ പ്രകടനത്തെ നയിച്ചയാളുടെ പേര് ആര്യാടൻ മുഹമ്മദ് എന്നുള്ളതായിരുന്നു മലപ്പുറം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി വിജയരാഘവന്റെ പരാമർശവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വയനാട് പാർലമെന്റിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ കേരളത്തിലെ SDPI, കേരളത്തിലെ ജമാഅത്ത് ഇസ്ലാമി വളരെ പബ്ലിക്കായി UDF-ന്റെ ഘടകകക്ഷികൾ എന്നുള്ള നിലയ്ക്ക് അവർ സഖ്യമായി നിന്ന് മത്സരിച്ചതിന്റെ പശ്ചാത്തലം ഈ നാടിനകത്തുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഉയർത്തിയ രാഷ്ട്രീയ വിമർശനമുണ്ട്. ആ രാഷ്ട്രീയ വിമർശനമാണ് വിജയരാഘവൻ ഉൾപ്പെടെ ഉയർത്തിയിട്ടുള്ളത്. നിങ്ങളുടെ നിലമ്പൂരിലെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം തന്നെയാണ് പറഞ്ഞത് SDPI അടക്കമുള്ള എല്ലാ മനുഷ്യരുടെയും വോട്ട് വേണമെന്ന്. അല്ലല്ല, SDPI-യെ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. SDPI-യുടെ ജമാഅത്ത് ഇസ്ലാമിയുടെ RSS-ന്റെയോ വർഗീയത ശിരസിൽ പേറുന്ന ഒരു മനുഷ്യന്റെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട എന്ന് പ്രഖ്യാപിച്ചിട്ട് തന്നെ ഞങ്ങൾ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് വന്നു. അങ്ങനെയാണെങ്കിൽ വെള്ളാപ്പള്ളിയുടെ വർഗീയ പരാമർശത്തോടെ എന്താണ് നിങ്ങൾക്ക് മൗനം ആർഷോ? അതിലൊരു കള്ളക്കളിയില്ലേ? അതെന്താണ് പറയാൻ ഒരു മടി? ഞങ്ങൾക്കൊരു മൗനവും ഒരു വാചകം പറയൂ. വെള്ളാപ്പള്ളിയുടെ വർഗീയ പരാമർശങ്ങളുടെ വിലപ്പോവില്ല എന്നെന്താണ് പറയാത്തത്? തൊട്ടു പിന്നാലെ അദ്ദേഹത്തിന് പൊന്നാട അണിയിക്കാനല്ലേ മുഖ്യമന്ത്രി പോയത്? എന്താണ് തർക്കം സ്മൃതി? എന്താണ് തർക്കം? അതിനുശേഷം വെള്ളാപ്പള്ളിയെ വാനോളം പുകഴ്ത്താനാണല്ലോ മുഖ്യമന്ത്രി പോയത്. സ്മൃതി ഉൾപ്പെടെ കേരളത്തിനകത്ത് ഇതുമായി ബന്ധപ്പെട്ട് സംഭവം നടത്തിയിട്ടുള്ള ആളുകളല്ലേ? ആ സംഭവത്തിനകത്ത് ഇടതുപക്ഷത്തിന് പ്രതികൾ വന്നിരുന്നിട്ടില്ലേ? എന്താ ഇടതുപക്ഷ മുന്നണി അതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ളത്? അത് നന്നായി ഗംഭീരായി എന്നാണോ? അത് തെറ്റായിരുന്നു എന്നുള്ളതാണ്. അതിനകത്ത് എന്താ തർക്കമുള്ളത്? നോക്കൂ, നിങ്ങൾ ഒന്ന് പതുക്കെ തലോടി ഒന്ന് അയ്യോ ചെയ്ത മോശമായിട്ടോ എന്ന് പറഞ്ഞ ശേഷം പോയി പൊന്നാട അണിയിച്ചാൽ നിങ്ങൾ നൽകുന്ന മെസ്സേജ് എന്താണ് ആർഷോ? നിങ്ങൾ നൽകുന്ന മെസ്സേജ് എന്താണ്? അദ്ദേഹത്തെ വാനോളം പുകഴ്ത്തി കുമാരനാശിനേക്കാളും വലിയ നേതാവായി പുകഴ്ത്തിക്കൊണ്ട് അവതരിപ്പിച്ച മുഖ്യമന്ത്രിയുടെ വാക്കുകൾ നമ്മളൊക്കെ കേട്ടതല്ലേ? സ്മൃതി, വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ ആ സ്റ്റേറ്റ്മെന്റുമായി ബന്ധപ്പെട്ട് അതിലുള്ള വിമർശനം അത് തെറ്റായിരുന്നു എന്നുള്ളതിനകത്ത് ഒരു തർക്കവും ഇല്ലാതെ ഞങ്ങൾക്ക് മറുപടി ഉണ്ട്. ആ ഒരു പരാമർശം, ആ തെറ്റായ പരാമർശം നടത്തി എന്നുള്ളതിന്റെ പേരിൽ സമൂഹത്തിനകത്ത് മാറ്റി നിർത്തപ്പെടേണ്ടുന്ന ഒരാളാണ് വെള്ളാപ്പള്ളി നടേശൻ എന്ന അഭിപ്രായം ഞങ്ങൾക്കില്ല. അദ്ദേഹം പറഞ്ഞത് തെറ്റാണ്, അദ്ദേഹം തിരുത്തണം, അതിനകത്തൊരു തർക്കമില്ല എന്ന് പറഞ്ഞ് ഇനി കാലാകാലങ്ങളോളം മെഷീൻ എവിടെയാണ് നിൽക്കുന്നത്? മുഖ്യമന്ത്രി ചില വർഗീയതയിൽ നിങ്ങൾക്ക് നല്ലവണ്ണം അളവെടുക്കാൻ പറ്റുന്നുണ്ട്, ചില വർഗീയതയിൽ നിങ്ങൾക്ക് അങ്ങനെ പറ്റുന്നില്ല. എന്തുകൊണ്ടാണ്? അല്ല സ്മൃതി, താങ്കളുടെ അഭിപ്രായമാണോ SDPI-യുടെ ജമാഅത്ത് ഇസ്ലാമിയുടെ അതേ കുറ്റിയിൽ കെട്ടേണ്ട ആളാണ് വെള്ളാപ്പള്ളി നടേശൻ എന്നുള്ള സ്മൃതിയുടെ അഭിപ്രായമാണോ? വെള്ളാപ്പള്ളി നടേശൻ മുസ്ലിം വിരോധ പ്രയോഗങ്ങൾ നടത്തുന്ന ഒരു നേതാവാണ്. അദ്ദേഹം സാമുദായിക നേതാവാണ് എന്നുള്ളത് നിങ്ങളെ ദുർബലപ്പെടുത്തുന്നുണ്ടാവും. എനിക്കത് പ്രശ്നമല്ല. സ്മൃതിയുടെ പ്രശ്നം ഇവിടെ എനിക്ക് വിഷയമല്ല. നിങ്ങളതിനെ വളരെ തെറ്റായി വായിക്കുകയാണ്. അദ്ദേഹം നടത്തിയ പരാമർശത്തെ ഞങ്ങൾ ആശ്ലേഷിച്ചെങ്കിൽ അങ്ങ് പറയുന്നതിനകത്ത് അർത്ഥമുണ്ട്. ഈ ഘട്ടത്തിൽ ഞാൻ എന്താ പറഞ്ഞത്? അദ്ദേഹത്തിന്റെ പരാമർശം തെറ്റാണെന്നല്ല പറഞ്ഞേ, അത് ശരിയായിരുന്നു എന്നാണോ പറഞ്ഞത്? അല്ല. ഇനി SDPI-യുടെയും ജമാഅത്ത് ഇസ്ലാമിയുടെയും കുറ്റിയിൽ കൊണ്ടുപോയി കെട്ടാൻ വേണ്ടി പാടില്ല. അത് നിങ്ങൾ ചെയ്യുന്ന അങ്ങേയറ്റം തെറ്റായ ചരിത്രവിരുദ്ധായ വലിയ നീതി നിഷേധമാണ്. അതിനകത്തൊരു തർക്കമില്ല കേട്ടോ. ഇനി ജമാഅത്ത് ഇസ്ലാമിയെയും SDPI-യെയും വിമർശിക്കുന്നതിനെ മലപ്പുറം ജില്ലയെ വിമർശിക്കുന്നതായി, മുസ്ലിം സമുദായത്തെ ആകെ വിമർശിക്കുന്നതായി നിങ്ങൾ എന്തിനാണ് കൊണ്ടുപോയി വിജയരാഘവൻ പറഞ്ഞതിനെ നിങ്ങൾ തള്ളുകയാണോ കൊള്ളുകയാണോ? ആരുടെ പിന്തുണയിലാണ് ജയിച്ചതെന്ന്? SDPI-ക്കൊക്കെ എത്ര വോട്ടുണ്ട് ആർഷോ? ഒരാളുടെ വിജയത്തെ ഇത്ര ചുരുക്കി കാണാമോ? നിങ്ങൾ പാലക്കാടും ഇത് തന്നെ കളിച്ചു, നിങ്ങളിപ്പോൾ നിലമ്പൂരിലും അത് കളിക്കുകയാണോ? അല്ല സ്മൃതി
അല്ല, അതിന് പൊളിറ്റിക്സ് ഉണ്ട് സ്മൃതി, അതിന് പൊളിറ്റിക്സ് ഉണ്ട്. അവർക്ക് എത്ര വോട്ടുണ്ട് എന്നുള്ളതല്ല, അതുപോലെ സമൂഹത്തിൽ മാറ്റി നിർത്തപ്പെടേണ്ടുന്ന വർഗീയത പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റ് രാഷ്ട്രീയം മുന്നോട്ട് വെക്കുന്ന ഇസ്ലാമിക് സ്റ്റേറ്റ് രൂപീകരണം ലക്ഷ്യമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സംഘടനകളെ തള്ളിപ്പറയാൻ ഒരുക്കമല്ലാതെ അവരെ കൂടി ചേർത്ത് നിർത്തിക്കൊണ്ട് ഇസ്ലാമിക് സ്റ്റേറ്റ് ഇവിടെ നടപ്പാക്കണമെന്ന് പറയുന്ന ഒരു നേതാവിന്റെ പേര് ആർഷോ പറയണം. അല്ലല്ല, ഈ കേരളത്തിലിരുന്ന് ഈ ഇന്ത്യയിലിരുന്ന് അത് പറയാൻ ധൈര്യമുള്ള, കേരളത്തിൽ പ്രത്യേകിച്ച് പറയുന്ന ഒരു നേതാവ്, ഇസ്ലാമിക് സ്റ്റേറ്റ് നടപ്പാക്കണമെന്ന് പറഞ്ഞ ഒരു നേതാവിന്റെ പേര് നിങ്ങൾക്ക് പറയാം. പക്ഷേ ഹിന്ദു രാഷ്ട്രം എന്ന പ്രയോഗം നടത്തുന്ന നേതാക്കൾ ഇവിടെ ഇഷ്ടം പോലെയുണ്ട് അല്ലേ? എന്താ തർക്കം? അങ്ങനെ ഹിന്ദുരാഷ്ട്ര നിർമ്മാണത്തിന് വേണ്ടി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന മുഴുവൻ ആളുകളോട് പോരടിച്ച് അവരെ തുറന്നു കാട്ടിക്കൊണ്ടാണ് ഞങ്ങൾ സംഘടനാ പ്രവർത്തനം ഈ നാടുകളിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സമാനമായ നിലയിൽ ഇസ്ലാമിക രാഷ്ട്ര നിർമ്മാണം ലക്ഷ്യമാക്കിക്കൊണ്ട് ഇവിടെ മൗദൂദി നിർമ്മിച്ചിട്ടുള്ള ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റ് സംഘടനകളുണ്ടല്ലോ, അവരെ നോർമലൈസ് ചെയ്യുന്നതിന് വേണ്ടി, അവരെ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടി, അവർ പൊതുസമൂഹത്തിൽ അവതരിപ്പിക്കാൻ കൊള്ളാവുന്നയാളാണ് എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടി UDF നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമം ഉണ്ടല്ലോ, അതിനെ ഞങ്ങൾ തുറന്നെതിർക്കും. അതിനകത്തൊരു തർക്കവും വേണ്ട. അതിനെ മുസ്ലിം വിരുദ്ധതയാണെന്നോ മലപ്പുറം വിരുദ്ധതയാണെന്നോ സ്ഥാപിക്കുന്നതിന് വേണ്ടി സതീശൻ ഉൾപ്പെടെ നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമം ഉണ്ടല്ലോ, അത് തെറ്റായിട്ടുള്ള ഇടപെടലാണെന്ന് ഞങ്ങൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും. ഇനി അതിലും ക്രൂരമായി മലപ്പുറം ജില്ലയെ ഇന്നിപ്പോ ഈ RSS പറയുന്നുണ്ടല്ലോ, അതിന് സമാനമാവിധം മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് മലപ്പുറം ജില്ലയുണ്ടാകരുത് എന്ന് പറഞ്ഞ് പ്രകടനം നടത്തി ആര്യയുടെ മുഹമ്മദാണ് ആ ചരിത്രം. മലപ്പുറത്തിന്റെ ഉള്ളടക്കം വർഗീയമാണ്, അത് മതന്യൂനപക്ഷ വർഗീയയുടെ ശാക്തീകരണ മേഖലയാണെന്ന് പറഞ്ഞ് നിങ്ങളുടെ തന്നെ നേതാവായിരുന്ന കടകംപള്ളി സുരേന്ദ്രനാണ്. ഇങ്ങനെ ഓരോരോ ഉദാഹരണങ്ങളായിട്ട് എടുത്ത് ചൂണ്ടിക്കാണിക്കാൻ പറ്റും. തിരിച്ചെത്താം ഇടവേളയ്ക്കെത്താം. ശ്രീ സജി മഞ്ഞക്കടമ്പൻ, മലപ്പുറത്തെ വേർതിരിച്ച് കാണുന്ന യഥാർത്ഥത്തിൽ ആരാണ് നിങ്ങളുടെ ഒരു നിലപാടിൽ? അല്ല, മലപ്പുറത്തെ നമ്മൾ കണ്ടല്ലോ, ബഹുമാനായ വെള്ളാപ്പള്ളി നടേശൻ അത്തരത്തിലൊരു പ്രസ്താവന തെരഞ്ഞെടുപ്പിന് മുമ്പ് മലപ്പുറത്ത് വന്ന് നടത്തിയെങ്കിൽ തീർച്ചയായിട്ടും അത് ഇടതുപക്ഷ ജനാധിപത്യത്തിനുള്ള ഒരു അജണ്ട അവിടെ നടപ്പിലാക്കിയതാണെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതിന്റെ ഏറ്റവും വലിയ തെളിവാണല്ലോ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾക്ക് അത് ശരിവെച്ചുകൊണ്ട് അത് ശരിയാണെന്ന് അത് ഒരു ബോധ്യത്തോടു കൂടിയാണല്ലോ ബഹുമാനായ മുഖ്യമന്ത്രി അദ്ദേഹത്തെ പൊന്നാടയണിച്ച് സ്വീകരിച്ചത്. അവിടെ വർഗീയത പറഞ്ഞുകൊണ്ട് വോട്ട് പിടിക്കുവാനുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു നീക്കമാണ് അവിടെ നടന്നിരിക്കുന്നത്. പക്ഷെ ഒരു കാര്യം പറയാം, ഇന്ന് അവിടെ UDFന്റെയും LDFന്റെയും സ്ഥാനാർത്ഥികൾ ഈ രണ്ടുപേരും അവിടുത്തെ വിവിധ സമുദായങ്ങളെ അല്ലെങ്കിൽ ഓരോ തരത്തിൽ പടക്കിയിട്ടുള്ളതാണ്. ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി ഞാൻ പറഞ്ഞല്ലോ, ശബരിമലയിൽ സ്ത്രീ കയറ്റമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഏറ്റവും കൂടുതൽ ശക്തമായി സമരം നടത്തിയ ആളാണ്. UDFന്റെ സ്ഥാനാർത്ഥിയാണെങ്കിൽ അവിടുത്തെ മുസ്ലിം മതവിഭാഗത്തെയും ക്രൈസ്തവ മതവിഭാഗത്തെയും പലതരത്തിൽ എതിർപ്പുകൾ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. പക്ഷേ ശ്രീ PV അൻവർ അദ്ദേഹം അവിടെ ഒരു എല്ലാ മതവിഭാഗങ്ങളെയും ഒരുമയോടുകൂടി അല്ലെങ്കിൽ ഒരേ ഒരേ കണ്ണോടുകൂടി കണ്ട് അവരുമായി വളരെയേറെ ഇഴുകിച്ചേർന്ന് എല്ലാവരുടെയും വിഷയങ്ങൾ ഇടപെട്ടുകൊണ്ട് ജീവിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ അദ്ദേഹത്തിന് വലിയ പിന്തുണ വിവിധ മത മേലധ്യക്ഷന്മാരുടെ ഭാഗത്തുനിന്ന് ഇന്ന് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെല്ലാം ഉപരി ഞാൻ പറഞ്ഞല്ലോ, അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾ, പാവപ്പെട്ടവരായ ജനങ്ങൾ, അവർക്ക് ഏത് ആവശ്യത്തിനും കടന്നു ചെല്ലാവുന്ന സമീപിക്കാവുന്ന ഒരു വ്യക്തിത്വമായിരുന്നു ശ്രീ PV അൻവർ എന്നതുകൊണ്ടും അദ്ദേഹത്തിന് ഈ തെരഞ്ഞെടുപ്പിൽ വലിയ അല്ലെങ്കിൽ ഒരു മുന്നേറ്റം ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക. യാതൊരു സംശയമില്ല. പലരും പറയുന്നു PV അൻവർ തന്നെയാണ് ഒറ്റയ്ക്ക് നിന്നാൽ എന്ത് കിട്ടും, ഒറ്റയ്ക്ക് നിന്നാൽ കിട്ടാൻ പോകുന്ന വോട്ട് പിണറായി വിരുദ്ധ വികാരവും അല്ലെങ്കിൽ UDF അദ്ദേഹത്തോട് കാണിച്ചിരിക്കുന്ന ആ വലിയ അവഗണനയും അല്ലെങ്കിൽ അദ്ദേഹത്തെ ഇല്ലാതാക്കാൻ ശ്രമിച്ച നീക്കവുമൊക്കെ നിലമ്പൂരിലെ ജനങ്ങൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഇരുവിഭാഗത്തിനുമുള്ള വിരുദ്ധ വോട്ടുകളൊക്കെ അത് PV അൻവറിലേക്ക് എത്തുകയും അവിടുത്തെ നിഷ്പക്ഷമതികളുടെ കൂടി വോട്ടുകൾ വരുമ്പോൾ ശ്രീ PV അൻവർ ഒന്നാം സ്ഥാനത്ത് അവിടെ വിജയിക്കുന്നതോടെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ LDFും UDFും 2-3 സ്ഥാനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു മത്സരമാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ അവിടെ നടക്കുന്നത്. അതൊക്കെ ഓരോ ദിവസം വരുമ്പോഴും നമ്മളൊരു ചിത്രം വരച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ പൾസുകൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. സാധാരണക്കാർ അതുകൊണ്ട് ഞാൻ പറയുന്നു, അതുകൊണ്ട് ഒരു മിനിറ്റ് പറഞ്ഞ് അവസാനിപ്പിക്കുക. അതുകൊണ്ട് ഈ വർഗീയത പറഞ്ഞുകൊണ്ട് വോട്ട് പിടിക്കാൻ ശ്രമിക്കുന്ന ഇടത് വലത് മുന്നണികൾക്കുള്ള ഒരു തിരിച്ചടി ഇന്ന് ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ നിലമ്പൂരിലെ ജനങ്ങൾ നൽകും. അത് PV അൻവറിന് അനുകൂലമായി വരുമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. ശരി, VV രാജേഷ്, നിലമ്പൂരിൽ നിങ്ങൾ ആർക്കാണ് മറുപടി നൽകുന്നത്? ഞങ്ങൾ ജനങ്ങളോട് ഞങ്ങൾക്ക് പറയേണ്ട ചില കാര്യങ്ങൾ ഞങ്ങൾ പറയുന്നു. ഞങ്ങൾ മറുപടി നൽകേണ്ട ആവശ്യമില്ല. ഞങ്ങൾ ജനങ്ങളുടെ ഇടയിലേക്ക് കൂടുതൽ ഓരോ ദിവസവും ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ കൂടുതൽ പ്രസക്തി കൈവരിക്കുമ്പോഴേക്കും ഞങ്ങളുടെ പ്രവർത്തനം ഏറ്റവും എളുപ്പമായി മാറുകയാണ്. ഇവിടെ ഇടതുപക്ഷ പ്രതിനിധി പാവം എന്തൊക്കെയോ പറയുന്നത് കേട്ടു. അതായത് എനിക്ക് തോന്നുന്നു ശ്രീ VS അച്യുതാനന്ദൻ എന്നൊരു നേതാവ് പാർട്ടിയിൽ ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന കാര്യം ഒരുപക്ഷെ അദ്ദേഹത്തിന് വളരെ സജീവമായിട്ട് പൊതുപ്രവർത്തന രംഗത്ത് ഇടപെടാൻ പറ്റുന്നില്ല.
അദ്ദേഹം ജീവിച്ചിരിക്കുന്ന കാര്യം ഇടതുപക്ഷ പ്രതിനിധികൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ മറന്നു പോകുന്നു എന്നാണ് തോന്നുന്നത്. 20 വർഷം കഴിയുമ്പോഴേക്കും 2020 വർഷം കഴിയുമ്പോഴേക്കും കേരളത്തെ ഒരു ഇസ്ലാമിക രാജ്യമാക്കി മാറ്റുവാനുള്ള പദ്ധതികൾ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞത് ശ്രീ വി എസ് അച്യുതാനന്ദനാണ്. അപ്പോൾ ആ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ തലസ്ഥാനം എന്ന് പറയുന്നത് മലപ്പുറം ജില്ലയിലെ മഞ്ചേരി ഗ്രീൻ വാലി ആയിരുന്നു. EMS നമ്പൂതിരിപ്പാട് ന്യൂനപക്ഷ സമുദായങ്ങൾക്ക് വേണ്ടി പ്രത്യേകം ജില്ല രൂപീകരിച്ചതിൻ്റെ കൂടി തുടർച്ചയായിട്ടാണ് പോപ്പുലർ ഫ്രണ്ടിനെ പോലുള്ള വിഘടന വിധ്വംസവാദ ശക്തികൾ മലപ്പുറം അവരുടെ തലസ്ഥാനമാക്കി, ഈ രാജ്യത്തിലെ തന്നെ തലസ്ഥാനമാക്കി മാറ്റിയത്. വി എസ് അച്യുതാനന്ദനെ ഇടതുപക്ഷ CPM-ൻ്റെ ഇപ്പോൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന നേതാവിന് തള്ളിപ്പറയാൻ സാധിക്കുമോ? ആ ജില്ലയിൽ ഒരുപക്ഷെ മുസ്ലിം ലീഗിൻ്റെ ഭരണത്തിൻ്റെ ഒക്കെ തന്നെ ഒരു പ്രത്യേകത ഉണ്ടായിരിക്കാം. ആ ജില്ലയിൽ ചില മത്സര പരീക്ഷകളിൽ ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ടവർക്ക് കൂടുതൽ റിസൾട്ട് ലഭിക്കുന്നു എന്ന് പറഞ്ഞത് BJP-യുടെ നേതാവല്ല ശ്രീ വി എസ് അച്യുതാനന്ദനാണ്. ഞാൻ ഓരോരോ പരാമർശങ്ങളിലേക്കും പോകുന്നില്ല. അതായത് ഞാൻ കംപ്ലീറ്റ് ചെയ്യട്ടെ സ്മൃതി. മതത്തിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് വളർന്നു വരുന്ന മുസ്ലിം ലീഗിനെ പോലുള്ള കക്ഷികൾ അവിടെ കൂടുതൽ സ്വാധീനം ഉറപ്പിച്ചപ്പോഴാണ് കേരള രാഷ്ട്രീയത്തിലെ സൗഹാർദ്ദ അന്തരീക്ഷമൊക്കെ തന്നെ തകർന്നു പോകുവാൻ 5-ാം മന്ത്രി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. അതിൻ്റെ ആസ്ഥാനം മലപ്പുറം ജില്ലയാണെന്നുള്ളത് ആർക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഞങ്ങൾക്ക് പറയാതിരിക്കാൻ നിർവാഹമില്ല. ന്യൂനപക്ഷ ഈ പോപ്പുലർ ഞാനിപ്പോൾ ചർച്ചയിൽ പങ്കെടുക്കുന്നത് കൊല്ലം ജില്ലയിലെ ചടയമംഗലത്ത് ഇരുന്നുകൊണ്ടാണ്. ഇന്ന് ഞാൻ ഇവിടുത്തെ ജില്ലാ കമ്മിറ്റിയിൽ പങ്കെടുത്തപ്പോഴേക്കും ഒരു പഞ്ചായത്ത് മെമ്പർ പറഞ്ഞത് അവർ വിജയിച്ച വാർഡിൽ ഒരു സ്ഥലത്തിൻ്റെ പേര് പാകിസ്ഥാൻ മുക്കെന്നാണ്. അവർ ഇത്രയും ദിവസമായിട്ട് പഹൽഗാമിന് ശേഷം അവർ പെറ്റീഷൻ കൊടുത്തിട്ട് പോലും ആ പേര് മാറ്റാൻ കേരള സർക്കാർ തയ്യാറാകുന്നില്ല. പാകിസ്ഥാൻ മുക്കുകൾ കേരളത്തിൽ ഉണ്ടായത് ഈ രാഷ്ട്രീയം CPM-ഉം തുടർന്നു വന്ന കോൺഗ്രസും ഇതിനെ പരിപോഷിപ്പിച്ചതുകൊണ്ടാണ്. ജനങ്ങളോട് ഞങ്ങൾക്ക് കേരളത്തിൽ പാകിസ്ഥാൻ മുക്കുകൾ ആവർത്തിക്കും. അത് തന്നെയാണ് ഞങ്ങൾ പറയുന്നത്. ഒരു 30 സെക്കൻഡിൽ VV രാജേഷിന് മറുപടി നൽകാമോ? തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് വികസനം, ജനങ്ങളെ ബാധിക്കുന്ന വൈവിധ്യമാർന്ന വിഷയങ്ങൾ ചർച്ചയാക്കണമെന്നുള്ളതാണ്. നമ്മളെ സംബന്ധിച്ച് വലിയ ഉത്തരവാദിത്വമുണ്ട്. VV രാജേഷിനെ പോലെ വർഗീയത തിന്നുകയും വർഗീയത തുപ്പുകയും ചെയ്യുന്ന ചില ആളുകൾ നാടിനെ ഭിന്നിപ്പിക്കുന്നതിന് വേണ്ടി, മനുഷ്യർക്കിടയിൽ വർഗീയത പരത്തുന്നതിന് വേണ്ടി, വെറുപ്പും വിദ്വേഷവും പരത്തുന്നതിന് വേണ്ടി നാടിന് മതം ചേർക്കുന്നു, റോഡിന് മതം ചേർക്കുന്നു. നമ്മുടെയൊക്കെ നാട്ടുപ്രദേശത്തെ സർവ്വതിനും നമ്മൾ കുടിക്കുന്ന വെള്ളത്തിനും ഭക്ഷണത്തിനും അടക്കം മതം ചേർത്തുകൊണ്ട് നാടിനെ ഭിന്നിപ്പിക്കുന്ന വെറുപ്പിന്റെ പ്രചാരകരായിട്ടുള്ള ഇത്തരം ആളുകളെ തിരുത്തുന്നതിന് വേണ്ടിയും അല്ലെങ്കിൽ നമ്മുടെ ഈ രാഷ്ട്രീയ സംവാദങ്ങൾ ഉൾപ്പെടെ ആ ദിശയിലേക്ക് കടത്താൻ ഇവർ ഉദ്ദേശിക്കുമ്പോൾ അതിനെ തിരുത്തുന്നതിന് വേണ്ടി കൂടിയുള്ള ഉത്തരവാദിത്വം മാധ്യമങ്ങളടക്കം നിർവഹിക്കണം. അത് ഈ നാടിന്റെ സെക്യുലർ ഫാബ്രിക്കിന്റെ നിലനിൽപ്പിന് അത്യാവശ്യമാണ് എന്നുള്ളതാണ് എനിക്ക് ഈ ഘട്ടത്തിൽ സൂചിപ്പിക്കാനുള്ളത്. ഇതിനെ ഉൾപ്പെടെ ഈ നാട് തിരിച്ചറിയുന്നുണ്ട്. അതിനെയൊക്കെ നാട് പ്രതിരോധിക്കും. നമ്മുടെ കേരളം ഇത്തരത്തിലുള്ള വർഗീയത പുലമ്പുന്ന വിഷജന്തുക്കളെ അകറ്റി നിർത്തിയിട്ടാണ്, വെറുപ്പിന്റെ പ്രചാരകരായിട്ടുള്ള ഈ സംഘപരിവാരുകാരെ അകറ്റി നിർത്തിയിട്ടാണ് ഈ നാട് ഇന്നോളം മുന്നോട്ട് പോയിട്ടുള്ളത്. ഇനിയും അങ്ങനെ മുന്നോട്ട് പോകും. നാടിനെ വെറുപ്പും വിദ്വേഷവും വർഗീയതയും പ്രചരിപ്പിക്കാനുള്ള നിങ്ങളുടെ ശ്രമത്തെ ഈ നാട് ചെറുത്തു തോൽപ്പിക്കും. മിസ്റ്റർ TP അഷ്റഫ് അലി മറുപടി പറയാം. ഇവിടെ നേരത്തെ ആർഷോ പറഞ്ഞൊരു കാര്യത്തിൽ എനിക്ക് മറുപടി പറയാനുള്ളത്, വികസനത്തെക്കുറിച്ചുള്ള ഒരു ചർച്ച അവർ നിലമ്പൂരിൽ നടത്തുമെന്ന് പറഞ്ഞു. ഈ നിലമ്പൂരിൽ CPM പറയേണ്ടതും അതാണ്. കഴിഞ്ഞ 9 വർഷമായി 1 രൂപ പോലും നിലമ്പൂർ ബൈപ്പാസിന് നൽകാത്ത CPM ഇവിടെ വന്ന് വികസനം പറയണം. നിലമ്പൂരിലെ ഗവൺമെൻറ് കോളേജിന് സ്ഥലം ഏറ്റെടുക്കാനോ കെട്ടിടമുണ്ടാക്കാനോ പറ്റാത്ത CPM ഇവിടെ വന്ന് വികസനം പറയണം. കഴിഞ്ഞ 9 വർഷമായി പ്രേതാലയം പോലെ കിടക്കുന്ന നിലമ്പൂരിലെ KSRTC-യുടെ ഇൻ്റർ സ്റ്റേറ്റ് ബസ് ടെർമിനൽ അതിനെക്കുറിച്ചും ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ CPM വന്നുകൊണ്ട് ഇവിടെ വികസനം പറയണം. അങ്ങനെ നാടുകാണി മുതൽ തിരുരങ്ങാടി വരെയുള്ള റോഡിന് 450 കോടി രൂപ UDF അനുവദിച്ചപ്പോൾ അത് പൂർണ്ണമായും വെട്ടിക്കുറച്ച CPM നിലമ്പൂരിൽ വന്നുകൊണ്ട് വികസനം പറയണം. അങ്ങനെ പറയുമ്പോഴാണ് ഈ നാട്ടിലെ ജനങ്ങൾ CPM-ന്റെ വികസനത്തിന്റെ പൊള്ളത്തരങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് എനിക്ക് അവരുടെ വികസനവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ പറയാനുള്ളത്. ക്ഷേമരാഷ്ട്രമില്ല, വികസന രാഷ്ട്രമില്ല, മറിച്ച് വർഗീയമായ ഉള്ളടക്കത്തോടുകൂടി ഈ നാടിനെ അപമാനിച്ച CPM-നെതിരെ അതിശക്തമായ വിധേയത്ത് ജൂൺ 19-ന് നിലമ്പൂരിലുണ്ട്. നേതാക്കളുടെ ഓരോ പ്രതികരണവും ജനം വിലയിരുത്തുന്നുണ്ട്. വളരെ നന്ദി. PM ആർഷോ, TP അഷ്റഫ് അലി, VV രാജേഷ്, സജി മഞ്ഞക്കടമ്പിൽ, ദാമോദർ പ്രസാദ് ചർച്ചയിൽ പങ്കെടുത്തതിന്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.